നമസ്കാരം, എല്ലാവർക്കും സ്മാർട്ട് പ്രെപ്പ് PSCയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ 2025-ലും അതുപോലെ തന്നെ 2024-ലും നടന്നിട്ടുള്ള PSC പരീക്ഷകളിലെ ഭരണഘടനയുമായിട്ട് ബന്ധപ്പെട്ട ചോദ്യങ്ങളാണ് കൊടുത്തിരിക്കുന്നത്. കുറച്ച് ക്വസ്റ്റ്യൻസ് സിവിക്സ് പാർട്ടുമായിട്ട് ബന്ധപ്പെട്ടതും ഇവിടെയുണ്ട്. അപ്പോൾ ഈ ചോദ്യങ്ങളുമായിട്ട് ബന്ധപ്പെട്ട അനുബന്ധ വിവരങ്ങളും നമ്മൾ പറയും. അനുബന്ധ വിവരങ്ങൾക്കായിട്ട് നമ്മൾ SCRT പാഠഭാഗങ്ങളിൽ നിന്നുള്ളത് എടുത്തിട്ടുണ്ട്, NCERT എടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ നമുക്കറിയാം SCRT NCERTയിൽ മാത്രം കൊണ്ട് നമുക്ക് കോൺസ്റ്റിറ്റ്യൂഷൻ പഠിച്ചു തീർക്കാനാവില്ല. പിന്നെയെന്ന് പറയുന്നത് ഇന്ത്യൻ പോളിറ്റി ബൈ ലക്ഷ്മികാന്ത്. അപ്പോൾ ഈ ഭാഗങ്ങളൊക്കെ ഓരോ ക്വസ്റ്റ്യനുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ കൊടുത്തിട്ടുണ്ട്. ആദ്യത്തെ ചോദ്യം നോക്കുക. നമ്മളോട് മാച്ച് ദ ഫോളോയിങ് ആണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഇത് പഞ്ചായത്ത് രാജുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളാണ്. അപ്പോൾ നമുക്ക് നോക്കാം. BR മെഹ്ത്ത കമ്മിറ്റി എന്ന് പറയുമ്പോൾ നമുക്കറിയാം അത് എന്താണ്, ബൽവന്ത് റായ് മെഹ്ത്ത കമ്മിറ്റിയാണ്. അപ്പോൾ ബൽവന്ത് റായ് മെഹ്ത്ത കമ്മിറ്റി ഏതാണ്? 3 tier സിസ്റ്റം ആണ് അല്ലേ, 3 tier സിസ്റ്റം ആണ്, 3 tier സിസ്റ്റം. അപ്പം അശോക് മെഹ്ത്ത കമ്മിറ്റി എന്തായിരിക്കും? 2 tier സിസ്റ്റം ആണ്. അപ്പം 1 D വരുന്നു, 2 B വരുന്നു അല്ലേ. 1 D നോക്കിക്കഴിഞ്ഞാൽ തന്നെ നമുക്ക് ഇത് രണ്ടും ഒഴിവാക്കാം. പിന്നെ പഞ്ചായത്ത് രാജ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് അല്ലെ, പഞ്ചായത്ത് രാജ് ഇൻസ്റ്റിറ്റ്യൂഷന് ഭരണഘടനാ സാധ്യത ലഭിച്ചത് 73rd അമെൻമെന്റ് ആണ്, 3A. ദെൻ നമുക്ക് ഓൾറെഡി 1ഉം 2ഉം അറിയെങ്കിൽ തന്നെ ആൻസർ അവിടെ കിട്ടി. ആർട്ടിക്കിൾ 243 ക്ലോസ് 1 ആണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്, സെൻട്രൽ ഫിനാൻസ് കമ്മീഷൻ. പക്ഷെ ഇത് റോങ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. കാരണം അവർ ഉദ്ദേശിച്ചിട്ടുണ്ടാവുക 243I ആയിരിക്കണം. കാരണം 243I എന്തിനെ കുറിച്ചിട്ടാണ് പറയുന്നത്? ഫിനാൻസ് കമ്മീഷനെ കുറിച്ചിട്ടാണ് പറയുന്നത്. ഫിനാൻസ് കമ്മീഷനെ കുറിച്ചിട്ട് സെൻട്രൽ ഫിനാൻസ് കമ്മീഷൻ ഉണ്ട്, അതവിടെ നിൽക്കട്ടെ, അതിനെക്കുറിച്ച് നമുക്ക് പറയാം. അതിൻ്റെ ആർട്ടിക്കിൾ സെപ്പറേറ്റ് ആണ്. അപ്പം ഇത് പഞ്ചായത്ത് രാജുമായിട്ട് ബന്ധപ്പെട്ടായതുകൊണ്ട് തന്നെ അവരിവിടെ ഉദ്ദേശിച്ചിട്ടുണ്ടാവുക 243I ആണ്. 243I എന്തിനെ കുറിച്ചാണ് പറയുന്നത്? ഫിനാൻസ് കമ്മീഷനാണ് പറയുന്നത്. ഓക്കെ, അപ്പം നമുക്ക് ആ ഒരു ജസ്റ്റ് ആർട്ടിക്കിൾ ഒന്ന് നോക്കാം. നോക്കിക്കേ, 280 എന്തിനെ കുറിച്ചിട്ട് പറയുന്നത്? സെൻട്രൽ ഫിനാൻസ് കമ്മീഷനെ കുറിച്ചിട്ട് പറയുന്നത്. അത് ആര് അപ്പോയിന്റ് ചെയ്യണം എന്നാണ് പറയുന്നത്? പ്രസിഡന്റ് അപ്പോയിന്റ് ചെയ്യണം എന്നാണ് പറയുന്നത്. ഷാൾ കൺസിസ്റ്റ് ഓഫ് എ ചെയർമാൻ ആൻഡ് 4 other members to be appointed by the chairman, പ്രസിഡന്റ്. അതായത് ചെയർമാനും 4 അംഗങ്ങളെയും ചേർത്തിട്ടുള്ള ഒരു ഫിനാൻസ് കമ്മീഷനെ കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്യണം ആര്? പ്രസിഡന്റ് അല്ലെ. അത് പറയുന്നത് ആർട്ടിക്കിൾ 280. 243I നോക്കിക്കേ, ഇവിടെ എന്താ പറയുന്നത്? ഗവർണർ എന്ത് ചെയ്യണം? ഫിനാൻസ് കമ്മീഷനെ അപ്പോയിന്റ് ചെയ്യണം അല്ലെ. അപ്പം ഇത് എന്തിനു വേണ്ടിയിട്ടാണ്? പഞ്ചായത്ത്, അതായത് സ്റ്റേറ്റും പഞ്ചായത്തും തമ്മിലുള്ള ഈ പറഞ്ഞ നികുതി ഷെയർ ചെയ്യുന്നതും ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ റെക്കമെൻഡ് ചെയ്യാനും അല്ലെങ്കിൽ ഇവർക്ക് വേണ്ട ഫണ്ടിങ് കാര്യങ്ങളൊക്കെ തീരുമാനിക്കാനൊക്കെ വേണ്ടിയിട്ടാണ്. ഓക്കെ, അപ്പം ഈ ഒരു ഡിഫറൻസ് എന്ത് ചെയ്യുക, മനസ്സിലാക്കുക. 280 എന്തിനെ കുറിച്ചാണ് പറയുന്നത്? നമ്മുടെ സെൻട്രൽ ഫിനാൻസ് കമ്മീഷനെ കുറിച്ചിട്ടാണ്. സെൻട്രൽ ഫിനാൻസ് കമ്മീഷനെ കുറിച്ചിട്ടാണ്. 243I ആണ് എന്തിനെ കുറിച്ച് പറയുന്നത്? സ്റ്റേറ്റ് ഫിനാൻസ് കമ്മീഷനെ കുറിച്ചിട്ട് പറയുന്നത്. ഓക്കെ, അപ്പൊ ഈ ഒരു ഡിഫറൻസ് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. നോക്കുക, നോക്കിക്കേ, ഓരോ 5 വർഷം കൂടുന്തോറും ഒരു സംസ്ഥാന ധനകാര്യ കമ്മീഷനെ സംസ്ഥാന ഗവൺമെന്റ് നിയമിക്കേണ്ടതാണ്. സംസ്ഥാനത്തെ പ്രാദേശിക ഗവൺമെന്റുകളുടെ ധനസ്ഥിതി വിലയിരുത്തുന്നത് ഈ കമ്മീഷനാണ്. ഒരു വശത്ത് സംസ്ഥാന ഗവൺമെന്റിനും പ്രാദേശിക ഗവൺമെന്റുകൾക്കും ഇടയിലെ വരുമാന വിതരണവും മറുവശത്ത് ഗ്രാമീണ മേഖലയിലെ പ്രാദേശിക ഗവൺമെന്റുകളുടെയും നഗരങ്ങളിലെ പ്രാദേശിക ഗവൺമെന്റുകൾക്കിടയിലെ വരുമാന വിതരണവും ഇത് അവലോകനം ചെയ്യുന്നു. ഗ്രാമീണ മേഖലയിലെ പ്രാദേശിക ഗവൺമെന്റുകൾക്ക് ഫണ്ട് അനുവദിക്കുന്നത് ഒരു രാഷ്ട്രീയ വിഷയമല്ലെന്ന് ഈ നൂതന ആശയം ഉറപ്പുവരുത്തുന്നു. അപ്പൊ കൃത്യമായിട്ട് ഇങ്ങനെ ആരോടാണ്? ഗവർണറോട് സംസ്ഥാന ധനകാര്യ കമ്മീഷൻ രൂപീകരിക്കാൻ പറയാണ്. അപ്പൊ കൃത്യമായിട്ട് ഇവർക്കിടയിലുള്ള നികുതി വിതരണവും അതുമായിട്ട് ബന്ധപ്പെട്ട റെക്കമെൻഡേഷൻ ഒക്കെ മനസ്സിലാക്കാനൊക്കെ സാധിക്കും. അപ്പം എപ്പോഴും ഞാൻ റിപ്പീറ്റ് ചെയ്യാണ്, 280 എന്തിനെ കുറിച്ചാണ് പറയുന്നത്? സെൻട്രൽ ഫിനാൻസ് കമ്മീഷനെ കുറിച്ചിട്ടാണ് പറയുന്നത്. 243I ആണ് എന്തിനെ കുറിച്ച് പറയുന്നത്? സ്റ്റേറ്റ് ഫിനാൻസ് കമ്മീഷൻ. അപ്പൊ അതിങ്ങനെ ആലോചിച്ചാൽ മതി. കണ്ണ് ധനല്ലേ, കണ്ണിൽ നമ്മുടെ ബോഡിയിലുള്ള ഏത് പാട്ട് പോയാലും പ്രശ്നമാണ്. എന്നാലും ഐ ധനം എന്ന് ആലോചിച്ചാൽ മതി. അപ്പൊ 243I ധനകാര്യ കമ്മീഷൻ, അങ്ങനെ ആലോചിച്ചാൽ മാറൂല. പിന്നെ നോക്കിക്കേ, ബൽവന്ത്. അപ്പൊ നമ്മൾ കുറച്ചധികം റിലേറ്റഡ് ഫാക്ട്സ് ഇവിടെ തന്നെ പറഞ്ഞു പോവാണ്. അപ്പൊ നമുക്ക് കുറെ കാര്യങ്ങൾ ഒരു ചോദ്യത്തിൽ നിന്ന് തന്നെ പഠിക്കാൻ വേണ്ടിയിട്ട് പറ്റും.
ബൽവന്ത് റായ് മെഹ്ത്ത കമ്മിറ്റി 1957 അശോക് മെഹ്ത്ത കമ്മിറ്റി 1978. ഓക്കെ, 1957 ബൽവന്ത് റായ് മെഹ്ത്ത കമ്മിറ്റി, അശോക് മെഹ്ത്ത കമ്മിറ്റി 1978. അപ്പൊ ത്രിതല പഞ്ചായത്ത് രാജ് സംവിധാനമാണ് ആര് മുന്നോട്ട് വെക്കുന്നത്? ബൽവന്ത് റായ് മെഹ്ത്ത കമ്മിറ്റി മുന്നോട്ട് വെക്കുന്നത്. അതാണ് നമ്മളിപ്പോൾ ഫോളോ ചെയ്യുന്നത്. അശോക് മെഹ്ത്ത കമ്മിറ്റി എന്താണ്? ദ്വിതല സംവിധാനമാണ് മുന്നോട്ട് വെക്കുന്നത്. അപ്പൊ ബൽവന്ത് റായ് മെഹ്ത്ത കമ്മിറ്റി ശുപാർശ ചെയ്തിട്ടുള്ള ഈ ത്രിതല സംവിധാനം എങ്ങനെയാണെന്ന് നോക്കിക്കേ. ആദ്യം ഗ്രാമപഞ്ചായത്ത് ഏറ്റവും താഴെ, ദെൻ പഞ്ചായത്ത് സമിതി, ദെൻ ജില്ലാ പരിഷത്ത്. ദ്വിതല പഞ്ചായത്ത് സംവിധാനത്തിലാണെങ്കിലോ മണ്ഡൽ പഞ്ചായത്ത്, ദെൻ ജില്ലാ പരിഷത്ത്. ഈ നടുവിലുള്ള ഭാഗം എന്ത് ചെയ്തു? അവിടെ ഇല്ല. ഓക്കെ, പിന്നെ ബാക്കി കാര്യങ്ങൾ നോക്കാം. ബൽവന്ത് റായ് മെഹ്ത്ത കമ്മിറ്റി ശുപാർശ ചെയ്ത ബാക്കി കാര്യങ്ങൾ: ആസൂത്രണ വികസന പ്രവർത്തനങ്ങൾക്കുള്ള അധികാരം പഞ്ചായത്ത് സമിതികൾക്കായിരിക്കും. മേൽനോട്ടവും സംഘാടനവും ആർക്കാണ്? ജില്ലാ പരിഷത്തിനായിരിക്കും. അതുപോലെ ഗ്രാമപഞ്ചായത്തുകളിൽ പ്രത്യക്ഷ തിരഞ്ഞെടുപ്പ്, അതായത് നേരിട്ടുള്ള തിരഞ്ഞെടുപ്പ് നടത്തണമെന്ന് പറയുന്നു. അതുപോലെയോ ജില്ലാ പരിഷത്തുകളിലേക്കും പഞ്ചായത്ത് സമിതിയിലേക്കും എന്താണ്? പരോക്ഷ തിരഞ്ഞെടുപ്പാണ് ശുപാർശ ചെയ്യുന്നത്. ഇനി അശോക് മെഹ്ത്ത കമ്മിറ്റിയുടെ ശുപാർശകൾ എന്തൊക്കെ നോക്കിക്കേ. ഇവിടെ ജില്ലാ പരിഷത്തിനായിരിക്കും ജില്ലാതല ആസൂത്രണ ചുമതല. മണ്ഡൽ പഞ്ചായത്തുകൾക്ക് ഗ്രാമങ്ങളുടെ ചുമതലയും ഉണ്ടായിരിക്കും. പഞ്ചായത്ത് സ്ഥാപനങ്ങൾക്ക് ഭരണഘടനാ സാധുത. പക്ഷെ നമ്മുടെ PSC എപ്പോഴും പഞ്ചായത്ത് സ്ഥാപനങ്ങൾക്ക് ഭരണഘടനാ സാധുത ശുപാർശ ചെയ്ത കമ്മിറ്റി എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് നമ്മൾ തുങ്കൺ കമ്മിറ്റി തന്നെ കൊടുത്താൽ മതി. അത് കുറേ തവണ PSC ചോദിച്ചിട്ടുള്ളതാണ് കേട്ടോ. അപ്പൊ അത് എപ്പോഴും എന്താണ്? തുങ്കൺ കമ്മിറ്റി തന്നെയാണ്. പിന്നെ പട്ടികജാതി പട്ടികവർഗ സംവരണവും അശോക് മെഹ്ത്ത കമ്മിറ്റി ശുപാർശ ചെയ്യുന്നുണ്ട്. ഓക്കെ, പിന്നെ 1992 73-74 ഭേദഗതികളിലൂടെയാണ് എന്ത് ചെയ്യുന്നത്? തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് അധികാരങ്ങൾ ലഭ്യമാകുന്നതും അതുപോലെ തന്നെ ഭരണഘടന സാധുത ലഭിക്കുന്നതും. 73-ാം ഭേദഗതിയാണ് 1992 73-ാം ഭേദഗതി എന്തിനെ സംബന്ധിക്കുന്നതാണ്? പഞ്ചായത്ത് രാജിനെ സംബന്ധിക്കുന്നതാ. അപ്പൊ 74-ാം ഭേദഗതിയോ? അത് മുനിസിപ്പാലിറ്റി നഗരപാലിക സംവിധാനവുമായിട്ട് ബന്ധപ്പെട്ടാണ് നമ്മുടെ 74-ാം ഭേദഗതി എന്ന് പറയുന്നത്. ഓക്കെ, അപ്പം ഇവിടെ നമ്മൾ പഞ്ചായത്ത് എന്നുള്ള ടോപ്പിക് നമ്മൾ എടുത്തിട്ടുണ്ടായിരുന്നു. ആ സമയത്ത് നമ്മൾ ഈ പറഞ്ഞ പഞ്ചായത്തുമായിട്ടും അതുപോലെ തന്നെ മുനിസിപ്പാലിറ്റി ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ട ആർട്ടിക്കിളൊക്കെ അവിടെ നമ്മൾ പറഞ്ഞാണ്. ഞാൻ അവിടെ കാർട്ടിൽ കൊടുക്കാം, നിങ്ങൾ അല്ലെങ്കിൽ ജസ്റ്റ് ഒന്ന് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ കിട്ടും. ഓക്കെ, അവിടെ നമ്മൾ പഞ്ചായത്തുമായിട്ട് ഒരുപാട് ഡീറ്റെയിൽസ് പറഞ്ഞതുകൊണ്ട് ഞാൻ ഇവിടെ വീണ്ടും കംപ്ലീറ്റ് ടോപ്പിക് മൊത്തം ഇവിടെ പറയുന്നില്ല. 243A ഗ്രാമസഭയെ കുറിച്ചിട്ടാണ്, 243B പഞ്ചായത്തുകളുടെ രൂപീകരണം, C പഞ്ചായത്തുകളുടെ ഘടന, D പഞ്ചായത്തുകളുടെ സംവരണം, ഡിക്കാണല്ലോ സംവരണം, അങ്ങനെ ആലോചിക്കാം. പഞ്ചായത്തുകളുടെ കാലാവധി ആണ്, G പഞ്ചായത്തുകളുടെ അധികാരം, H പഞ്ചായത്തുകളുടെ നികുതി അധികാരം. പിന്നെ നമ്മുടെ 243I സംസ്ഥാന ധനകാര്യ കമ്മീഷൻ, 243K സംസ്ഥാന ഇലക്ഷൻ കമ്മീഷൻ ആണ്. ഓക്കെ, അടുത്ത ചോദ്യം. ഇതും പഞ്ചായത്ത് രാജുമായിട്ട് ബന്ധപ്പെട്ട ചോദ്യം തന്നെയാണ്. 73rd 74th അമെൻമെന്റിൽ റെക്കമെൻഡ് ചെയ്യാത്തതാണ് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് പറഞ്ഞത്. എപ്പോഴും ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ് വായിക്കുമ്പോൾ നമ്മളോട് ശരിയാണോ തെറ്റാണോ അങ്ങനത്തെ കാര്യങ്ങളൊന്നും നമ്മളവിടെ മാർക്ക് ചെയ്ത് വെക്കാം. ആദ്യത്തെ സ്റ്റേറ്റ്മെന്റ് നോക്കുക. 33% സീറ്റ്സ് വിൽ ബി റിസർവ്ഡ് ഫോർ വുമൺ കാൻഡിഡേറ്റ്സ് അറ്റ് ഓൾ ലെവൽസ് ഇൻ ഓൾ ഇലക്ടറൽ റൂറൽ ബോഡീസ്. അതായത് ഈ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ എല്ലാ ലെവലിലും എന്ത് ചെയ്തിട്ടുണ്ട്? 33% സീറ്റുകൾ സ്ത്രീകൾക്കായിട്ട് സംവരണം ചെയ്തിരിക്കുന്നു. ശരിയാണ്, അത് എന്ത് ചെയ്യുന്നുണ്ട്? അതാണ് നമ്മൾ പറഞ്ഞ 243D എന്താണ് പറയുന്നത്? ഈ സംവരണത്തെ കുറിച്ചിട്ട് തന്നെയാണ് പറയുന്നത്. അപ്പൊ എന്താണ് അത്? ആൻസറിൽ വരില്ല, കാരണം നോട്ട് റെക്കമെൻഡഡ് ആണ് നമ്മളോട് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് പറഞ്ഞത്. അപ്പോൾ ഒന്ന് നമുക്ക് ഇവിടെ ഒഴിവാക്കാം. State will constitute their finance commission to allocate resources to പഞ്ചായത്ത് രാജ് ഇൻസ്റ്റിറ്റ്യൂഷൻസ്. അത് ശരിയല്ലേ? സ്റ്റേറ്റിനോട് എന്ത് പറയുന്നുണ്ട്? ധനകാര്യ കമ്മീഷൻ രൂപീകരിക്കണം എന്ന് പറയുന്നുണ്ടോ? ഉണ്ട്, അത് നമ്മൾ കണ്ടതാണ് അല്ലെ. ഏതാണ്? 243I ധനം എന്നാലോചിച്ചാൽ മതി, ധനകാര്യ കമ്മീഷൻ. അപ്പൊ രണ്ടും വരില്ല എന്ന് നമുക്ക് മനസ്സിലായി. അപ്പൊ തന്നെ നമുക്ക് ആൻസർ കിട്ടിയില്ലേ? എന്താണ്? ദ ആക്ട് എസ്റ്റാബ്ലിഷസ് 2-tier സ്ട്രക്ചർ ഓഫ് പഞ്ചായത്ത്. എന്തുകൊണ്ടാണ്? നമ്മൾ പറഞ്ഞതാണ് ബൽവന്ത് റായ് മെഹ്ത്ത കമ്മിറ്റി ശുപാർശ ചെയ്തിട്ടുള്ള 3-tier സിസ്റ്റം ആണ് എന്ത് ചെയ്യുന്നത്, അല്ലെങ്കിൽ ത്രിതല പഞ്ചായത്ത് സംവിധാനമാണ് എന്ത് ചെയ്യുന്നത്, നമ്മൾ ഫോളോ ചെയ്യുന്നത്. അത് നോക്കിക്കേ, എവിടെയാ പറയുന്നത്? 243B പറയുന്നത്. എന്താ പറയുന്നത്? ദേ ഷാൾ ബി കോൺസ്റ്റിറ്റ്യൂട്ടഡ് ഇൻ എവറി സ്റ്റേറ്റ്. എന്ത് വേണം? എന്താണ് ഓരോ സംസ്ഥാനത്തും കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്യേണ്ടത്, രൂപീകരിക്കേണ്ടത്? പഞ്ചായത്ത് അറ്റ് ദ വില്ലേജ്, ഇന്റർമീഡിയറ്റ് ആൻഡ് ഡിസ്ട്രിക്ട് ലെവൽ. അതായത്
വില്ലേജ് ലെവലില്, ഇന്റർമീഡിയറ്റ് ലെവലില്, ഡിസ്ട്രിക്ട് ലെവലിൽ എന്ത് ചെയ്യണം? പഞ്ചായത്തുകൾ രൂപീകരിക്കണം എന്ന് പറയുന്നു. അങ്ങനെയാണ് നമുക്ക് ഏറ്റവും താഴത്ത് വില്ലേജ് ലെവലില് ഗ്രാമപഞ്ചായത്ത്, ഇന്റർമീഡിയറ്റിലാണ് നമുക്ക് എന്ത്? ബ്ലോക്ക് പഞ്ചായത്ത് ഉണ്ട്. ഇങ്ങനെയാണ് നമ്മുടെ നിലവിലെ സിസ്റ്റം എന്ന് പറയുന്നത്. ഇങ്ങനെയാണ് വില്ലേജ് ലെവലിൽ എന്താണ്? ഗ്രാമപഞ്ചായത്ത്. ഓക്കെ, ഗ്രാമപഞ്ചായത്ത്. ദെൻ പിന്നെ എന്താ വരുന്നത്? ബ്ലോക്ക് ഡിസ്ട്രിക്ട് ലെവലിലാവുമ്പോൾ എന്ത് ചെയ്യും? ഗ്രാമപഞ്ചായത്ത്, ബ്ലോക്ക് പഞ്ചായത്ത്, ജില്ലാ പഞ്ചായത്ത്. ഓക്കെ, ജില്ലാ പഞ്ചായത്ത്. അതുപോലെ തന്നെ വേറൊരു കാര്യം കൂടെ പറയുന്നുണ്ട്. 20 ലക്ഷത്തിന് താഴെ ജനസംഖ്യയുള്ള സംസ്ഥാനങ്ങളിൽ എന്ത് വേണമെന്നില്ല? ബ്ലോക്ക് പഞ്ചായത്ത് വേണമെന്നില്ല. അതായത് ഇന്റർമീഡിയറ്റ് ലെവല് വേണമെന്നില്ല. ഘടന നമ്മൾ നിലവിൽ എടുത്തിരിക്കുന്ന ഏതാണ്? ബൽവന്ത് റായ് മെഹ്ത്ത കമ്മിറ്റി ശുപാർശ ചെയ്തിട്ടുള്ള ത്രിതല സംവിധാനമാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ഫോളോ ചെയ്യുന്നത്. താഴത്ത് ഗ്രാമപഞ്ചായത്ത്, നടുവിൽ ബ്ലോക്ക് പഞ്ചായത്ത് ആൻഡ് ഏറ്റവും മേലെ ജില്ലാ പഞ്ചായത്ത്. ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. ഇനി 74 ഭരണഘടനാ ഭേദഗതിയിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളൊന്നും നമുക്ക് നോക്കാം. 73 ഭരണഘടനാ ഭേദഗതി എന്തിനെ സംബന്ധിക്കുന്നതാണ്? പഞ്ചായത്ത് രാജിനെ സംബന്ധിക്കുന്നതാണ് അല്ലെ. ഗ്രാമസഭകളുടെ രൂപീകരണത്തെ കുറിച്ച് പറയുന്നുണ്ട്. ഭരണ കാലാവധി എത്രയാണ്? 5 വർഷമാണ്. പട്ടികജാതി പട്ടികവർഗ സംവരണം പറയുന്നുണ്ട്. വനിതാ സംവരണം നമുക്കറിയാം, മിനിമം 33% പറഞ്ഞിരിക്കുന്നത്. മാക്സിമം എന്ന് പറയുന്നത് 50% എല്ലാ സംവരണവും കൂടെ. അതിൽ നമുക്കറിയാം നമ്മുടെ കേരളത്തിൽ എത്രയാണ്? 50% സംവരണം. ഇനി തിരഞ്ഞെടുപ്പ് ചുമതല സംസ്ഥാന തിരഞ്ഞെടുപ്പ് കമ്മീഷനാണ്. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തിരഞ്ഞെടുപ്പ് നടത്തുന്നത് ആരാണ്? അതായത് പഞ്ചായത്തുകളിലേക്കും മുനിസിപ്പാലിറ്റികളിലേക്കും ഒക്കെ ഉള്ള തിരഞ്ഞെടുപ്പ് നടത്തുന്നത് നമ്മുടെ സ്റ്റേറ്റ് ഇലക്ഷൻ കമ്മീഷനാണ്. സ്റ്റേറ്റ് ഇലക്ഷൻ കമ്മീഷന്റെ ഏക ഡ്യൂട്ടി എന്ന് പറയുന്നത് എന്താണ്? ഈ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ അല്ലെങ്കിൽ ലോക്കൽ സെൽഫ് ഗവൺമെന്റ്സിലേക്കുള്ള തെരഞ്ഞെടുപ്പ് നടത്തുക എന്ന് പറയുന്നതാണ്. 5 വർഷത്തിലൊരിക്കൽ ധനകാര്യ കമ്മീഷൻ രൂപീകരിക്കണം. ആരാണ്? സ്റ്റേറ്റ് ഗവൺമെന്റ് രൂപീകരിക്കണം. അതിൽ കറക്റ്റായിട്ട് അത് രൂപീകരിക്കുന്ന ഫോം ചെയ്ത് നിയമിക്കുന്ന ആരാണ്? അത് ഗവർണറാണ്. ത്രിതല പഞ്ചായത്ത് രാജ് സംവിധാനമാണ് ഗ്രാമപഞ്ചായത്ത്, ബ്ലോക്ക് പഞ്ചായത്ത്, ജില്ലാ പഞ്ചായത്ത്. ഇനി 74 ഭരണഘടനാ ഭേദഗതി പ്രകാരം അല്ലെ നഗരപാലിക സംവിധാനമാണ്. ഇവിടെ വാർഡ് സഭകൾ രൂപീകരിക്കണം. ഭരണകാലാവധി 5 വർഷം തന്നെയാണ്. പട്ടികജാതി പട്ടികവർഗ സംവരണം ഇവിടെയുണ്ട്, വനിതാ സംവരണം ഉണ്ട്. തെരഞ്ഞെടുപ്പ് ചുമതല ആർക്ക് തന്നെയാണ്? സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷൻ തന്നെയാണ്. 74 ഭരണഘടനാ ഭേദഗതിയിലെ നഗരപാലിക സംവിധാനം 5 വർഷത്തിലൊരിക്കൽ ധനകാര്യ കമ്മീഷൻ ഉണ്ട്. അതുപോലെ തന്നെ ഇവിടെ എന്താണ്? നഗരപഞ്ചായത്തും മുനിസിപ്പൽ കൗൺസിലും. കേരളത്തിൽ അത് മുനിസിപ്പാലിറ്റി അല്ലെങ്കിൽ കോർപ്പറേഷൻ എന്ന് അറിയപ്പെടും. ഓക്കെ, ഇനി അടുത്ത ചോദ്യം നോക്കാം. In which landmark case did the Supreme Court of India, while delivering its verdict, state that there is no antithesis between the fundamental rights and the directive principles of state policy? അതായത് ഏത് കേസിലാണ് സുപ്രീം കോടതി ഈ കാര്യം പ്രഖ്യാപിച്ചത്? അതായത് ഈ നമ്മുടെ മൗലികാവകാശങ്ങളും അതുപോലെ തന്നെ നിർദ്ദേശക തത്വങ്ങളും തമ്മിൽ എന്ത് ചെയ്യാൻ പാടില്ല? വിരുദ്ധതയിൽ പോകാൻ പാടില്ല. അത് പരസ്പര പൂരകങ്ങളാണ്, ചേർന്ന് പോവണം എന്ന് പറഞ്ഞത് ഏത് കേസിലാണെന്നാണ് ചോദിച്ചത്. അത് കേശവാനന്ദ ഭാരതി കേസിലാണ്. ഓക്കെ, അപ്പം ഇതേ കേശവാനന്ദ ഭാരതി കേസ് തന്നെയാണ് കോടതി എന്ത് പറഞ്ഞിട്ടുള്ളത്? പാർലമെന്റിന് ഭരണഘടനയുടെ ഏത് ഭാഗവും ഭേദഗതി ചെയ്യാം, പക്ഷെ എന്ത് ചെയ്യരുത്? ബേസിക് സ്ട്രക്ചറിനെ ഓൾട്ടർ ചെയ്യരുത്. അല്ലെങ്കിൽ ഭരണഘടനയുടെ അടിസ്ഥാന ഘടനയെ ബാധിക്കുന്ന തരത്തിൽ എന്ത് ചെയ്യരുത്? മാറ്റം വരുത്തുന്ന തരത്തിൽ എന്ത് ചെയ്യരുത്? ഭേദഗതി ചെയ്യരുത് എന്ന് പറഞ്ഞതും ഇതേ കേശവാനന്ദ ഭാരതി കേസിൽ തന്നെയാണ്. ഓക്കെ, അടുത്ത ചോദ്യം. ഈ തർക്കുണ്ടെ കമ്മിറ്റി, ദിനേശ് ഗോസ്വാമി കമ്മിറ്റി, ഇന്ദ്രജിത് ഗുപ്ത കമ്മിറ്റി, ഇതെല്ലാം ഇന്ത്യയിലെ ഒരു സുപ്രധാന പ്രശ്നമാണ് പഠന വിധേയമാക്കിയത്. ഈ കമ്മിറ്റികളെല്ലാം പൊതുവായി പരിശോധിച്ച അന്വേഷണ വിഷയം ഏതാണെന്നാണ് ചോദിച്ചത്. അത് ഇലക്ട്രൽ റിഫോംസ് ആണ്. ഇലക്ഷൻ പരിഷ്കാരങ്ങളെ കുറിച്ച് പഠിക്കാൻ വേണ്ടിയിട്ട് നിയോഗിച്ച കമ്മിറ്റികളാണ് ഈ പറഞ്ഞ തർക്കുണ്ടെ കമ്മിറ്റി, ദിനേശ് ഗോസ്വാമി കമ്മിറ്റി, ഇന്ദ്രജിത് ഗുപ്ത കമ്മിറ്റിയൊക്കെ. ഇത് മുമ്പും ഒരു ചോദ്യ പേപ്പറിൽ എന്ത് ചെയ്തിട്ടുണ്ട്? ചോദിച്ചിട്ടുണ്ട്. ഇതൊക്കെ റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻ ആണ് കേട്ടോ, ലേറ്റസ്റ്റ് ആയിട്ട് ചോദിച്ചിട്ടുള്ള. അടുത്തത് റിട്ടുമായിട്ട് ബന്ധപ്പെട്ട ചോദ്യമാണ്. മാൻഡമസ് റിട്ടുമായി ബന്ധപ്പെട്ട് താഴെ പറയുന്ന പ്രസ്താവനകൾ പരിഗണിക്കാനാണ് നമ്മളോട് പറയുന്നത്. ഇതിൽ ഏതൊക്കെ ശരിയാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. മാൻഡമസ് എന്ന പദം സാഹിത്യപരമായി അർത്ഥമാക്കുന്നത് കൽപ്പന അല്ലെങ്കിൽ ആജ്ഞ എന്നാണ്. ആണോ? മാൻഡമസ് എന്ന വാക്കിന്റെ അർത്ഥം കമാൻഡ് ആണോ? യെസ് ആണ്. മാൻഡമസ് സ്വകാര്യ വ്യക്തികൾക്കെതിരെയായി പുറപ്പെടുവിക്കാനാവില്ല. ശരിയാണ്. എന്താണ്? ഇത് ഡ്യൂട്ടി ചെയ്യാൻ പറയുന്ന റിട്ടാണ് അല്ലെ. അതായത് ഒരു പബ്ലിക് ഒഫീഷ്യലിനോട് അയാൾ ചെയ്യേണ്ടതായിട്ടുള്ള ഡ്യൂട്ടി ആൾ ചെയ്തില്ലെങ്കിൽ അത് ചെയ്യാൻ പറയുന്ന
റിട്ടാണ് എന്ത് മാൻഡമസ് റിട്ട് എന്ന് പറയുന്നത്. മാൻ ഡു യുവർ ഡ്യൂട്ടി എന്ന് നമുക്ക് പറയാം. അപ്പൊ അത് ആജ്ഞാപിക്കുകയാണ് അല്ലെ, അങ്ങനെ ആലോചിച്ചാൽ മതി. ഇപ്പൊ ഡ്യൂട്ടി ചെയ്യാൻ നമ്മളിങ്ങനെ ഒരാൾ ചെയ്യാതിരിക്കുന്ന കാര്യം ചെയ്യാൻ വേണ്ടിയിട്ട് പറയുമ്പോൾ എന്താ, പിന്നെ ആജ്ഞാപിക്കുകയാണ് അല്ലെ. ഓക്കെ, അപ്പൊ അതെന്താണ്, ശരിയാണ്. മാൻഡമസ് സ്വകാര്യ വ്യക്തികൾക്കെതിരായിട്ട് എന്ത് ചെയ്യാൻ പറ്റും, പുറപ്പെടുവിക്കാനാവില്ല. അതെന്താണ്, ശരിയാണ്. ഒരു റിലയൻസിലെ ഒരു ഉദ്യോഗസ്ഥ, റിലയൻസ് വേണ്ട, അല്ലെങ്കിൽ ഏതെങ്കിലും നമുക്ക് ഏതെങ്കിലും ഒരു ചെറിയ ഏതെങ്കിലും ഒരു കമ്പനി എടുത്തോ, ഒരു കമ്പനി, ആ കമ്പനിയിൽ നമ്മളൊരു കാര്യത്തിന് പോയിട്ട് നമുക്ക് വിചാരിച്ച പോലൊന്നും കാര്യങ്ങൾ നടന്നില്ല എന്ന് വിചാരിച്ചോ. അപ്പൊ നമുക്ക് ഈ പോയിട്ട് റിട്ട് പുറപ്പെടുവിക്കാൻ പറ്റും. നിങ്ങൾ എന്താ ഈ കമ്പനിക്കാരൻ ചെയ്തത് ശരിയായില്ല എന്ന് പറഞ്ഞിട്ട് ഇല്ല. കാരണം അതൊരു പ്രൈവറ്റ് കമ്പനിയാണ്, അത് എന്ത് ചെയ്യാൻ പറ്റില്ല. പബ്ലിക് ഒഫീഷ്യൽസിനെതിരെ മാത്രമേ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, മാൻഡമസ് റിട്ട് പുറപ്പെടുവിക്കാൻ പറ്റുള്ളൂ. ഇന്ത്യൻ പ്രസിഡന്റിനെതിരെ എന്ത് ചെയ്യാൻ പാടില്ല, മാൻഡമസ് റിട്ട് പുറപ്പെടുവിക്കാൻ സാധിക്കില്ല. ഇവിടെ പുറപ്പെടുവിക്കാം എന്നാ പറഞ്ഞപ്പോൾ തെറ്റാണ്. പൊതുകടമ നിർവഹിക്കാൻ വിസമ്മതിക്കുന്ന അധികാരികളോട് പ്രവൃത്തി നിർവഹണത്തിനായി മാൻഡമസ് ഉപയോഗിക്കുന്നത് ശരിയാണ്, നമുക്ക് അറിയാം അല്ലെ. അപ്പൊ 3 വരാത്തത് നോക്കിയാൽ മതി അല്ലെ. അപ്പൊ ഏതാ ആൻസർ, ബി ലെ 1, 2, 3 ആണ് ആൻസർ. അപ്പൊ ഡീറ്റെയിൽഡ് ആയിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ഈ റിട്ടുകളൊന്ന് നോക്കാം. ഇവിടെ നോക്കിക്കേ, വി കമാൻഡ്, ആജ്ഞ എന്നല്ലേ അതിന്റെ അർത്ഥം. യെസ്, ആരോടോ പറയുന്നത്, ഇഷ്യൂഡ് ബൈ ദ കോർട്ട് അല്ലെ, കോർട്ട് ഇഷ്യൂ ചെയ്യും. ആരോട് പറയും, to a public official asking him to perform his official duties. അയാളുടെ ഒഫീഷ്യൽ ഡ്യൂട്ടി ചെയ്യാനാണ് പറയുന്നത് അല്ലെ. അയാൾ ചെയ്യേണ്ടതായിട്ടുള്ള പെർഫോം ചെയ്യേണ്ടതായിട്ടുള്ള ഡ്യൂട്ടി ചെയ്യുന്നതിൽ അയാൾ പരാജയപ്പെടുമ്പോൾ അയാളോട് ഡ്യൂട്ടി ചെയ്യാൻ പറയാണ്. ഇത് ആർക്കൊക്കെ എതിരെ ഉപയോഗിക്കാം, അതായത് ഒരു പബ്ലിക് ഒഫീഷ്യൽസ് അല്ലാതെ വേറെ ആർക്കൊക്കെ എതിരെ ഉപയോഗിക്കാം. പബ്ലിക് ബോഡി, എ കോർപ്പറേഷൻ, ആൻ ഇൻഫീരിയർ കോർട്ട് അല്ലെ. താഴെ ഇപ്പോൾ ഹൈക്കോടതിക്ക് എന്ത് ചെയ്യാം, അതിന്റെ താഴെയുള്ള കോടതിക്കെതിരെ ഇത് പുറപ്പെടുവിക്കാം. സുപ്രീം കോടതിക്ക് അതിന്റെ താഴെയുള്ള കോടതി, അതായത് ഹൈക്കോടതിയോടെ ഒക്കെ പുറപ്പെടുവിക്കാം. എ ട്രിബ്യൂണൽ ഓർ ഗവൺമെന്റ് ഫോർ ദ സെയിം പർപ്പസ്. ഇനി ആർക്കൊക്കെ എതിരെ പുറപ്പെടുവിക്കാൻ പാടില്ല എന്നുള്ള കാര്യവും ഇവിടെ പറയുന്നുണ്ട്. ഇപ്പം എഗെയിൻസ്റ്റ് എ പ്രൈവറ്റ് ഇൻഡിവിജ്വൽ ഓർ ബോഡി, അതായത് പ്രൈവറ്റ് ആയിട്ടുള്ള ഒരു ഇൻഡിവിജ്വൽ, അതായത് ഒരു വ്യക്തിക്കെതിരെയോ അല്ലെങ്കിൽ ഒരു സ്ഥാപനത്തിനെതിരെയോ ഒന്നും ഇത് പ്രയോഗിക്കാൻ പാടില്ല എന്ന് ഇവിടെ എടുത്ത് പറയുന്നുണ്ട്. അതുപോലെ തന്നെ പ്രസിഡന്റിനെതിരെയും സ്റ്റേറ്റ് ഗവർണേഴ്സിനെതിരെയും എന്ത് ചെയ്യാൻ പറ്റില്ല, നിലവിൽ എന്ത് ചെയ്യുന്നില്ല, നമ്മൾ ഈ ഒരു മാൻഡമസ് റിട്ട് ഉപയോഗിക്കുന്നില്ല എന്നുള്ളൊരു കാര്യം. ഇത് തന്നെയാണ് എന്ത് സ്റ്റേറ്റ്മെന്റ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. കണ്ടോ, ഇന്ത്യൻ പ്രസിഡന്റിനെതിരായി മാൻഡമസ് പുറപ്പെടുവിക്കുക എന്നാണ് പറയുന്നത്. പറ്റുമോ, ഇല്ല. അപ്പോൾ അത് നമ്മൾ തെറ്റായി. അപ്പോഴാണ് നമുക്ക് എന്ത് ചെയ്യുന്നത്, ആൻസർ ബി വരുന്നത്. ഓക്കെ, അപ്പോൾ ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു. ഇനി നമുക്കൊന്ന് ജസ്റ്റ് ബാക്കിയുള്ള റിട്ടുകൾ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറയുന്നില്ല, നമുക്കൊന്ന് ഓടിച്ച് പറഞ്ഞു പോവാം. നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഇത് പോസ് ചെയ്തിട്ട് വായിക്കാം. ഓക്കെ, അപ്പോൾ ഹേബിയസ് കോർപ്പസ് എന്ന് പറഞ്ഞിട്ടുള്ള ലാറ്റിൻ വാക്കിന് അർത്ഥം എന്താ, ടു ഹാവ് ദ ബോഡി ഓഫ് എന്നുള്ളതാണ്, അല്ലെങ്കിൽ ശരീരം ഹാജരാക്കുക എന്നുള്ളതാണ്. അപ്പം ഈ ഹേബിയസ് കോർപ്പസ് റിട്ട് എന്ത് ചെയ്യാം, പബ്ലിക്കിന്, അതായത് പബ്ലിക് അതോറിറ്റിക്കെതിരെയും അതുപോലെ തന്നെ പ്രൈവറ്റ് ഇൻഡിവിജ്വൽസിനെതിരെയും ഉപയോഗിക്കാൻ പറ്റും. അതുപോലെ തന്നെ സ്റ്റേറ്റിനെതിരെയും ഉപയോഗിക്കാൻ പറ്റും. എന്ത്, ഹേബിയസ് കോർപ്പസ്. ഇപ്പം അന്യായമായിട്ട് ഒരാളെ ഗവൺമെന്റ് ആണ്, ഐ മീൻ പോലീസാണ് ആക്കപ്പെട്ടിട്ടുള്ളത് എന്നുണ്ടെങ്കിലും നമുക്ക് എന്ത് ചെയ്യാം, ഈ ഒരു റിട്ട് ഫയൽ ചെയ്യാൻ വേണ്ടിയിട്ട് സാധിക്കും. അപ്പോൾ അതാണ് അവിടെ പ്രൈവറ്റ് ഇൻഡിവിജ്വൽസിനെതിരെയും പബ്ലിക് അതോറിറ്റീസിനെതിരെയും ഇത് എന്ത് ചെയ്യാം, ഉപയോഗിക്കാമെന്ന് കൊടുത്തിരിക്കുന്നത്. ഓക്കെ, ഇനി പ്രൊഹിബിഷൻ റിട്ട് ആണെങ്കിലോ അതിൻ്റെ ഇംഗ്ലീഷ് മീനിങ് എന്ന് പറയുന്നത് ടു ഫോർബിഡ് എന്നുള്ളത്, അല്ലെങ്കിൽ നിരോധിക്കുക എന്നുള്ളതാണ്. ഇവിടെ എന്താ ചെയ്യുന്നത്, ഒരു ഹയർ കോർട്ട്, മുകളിലുള്ള കോർട്ട് താഴത്തെ കോടതിയോട് പറയാണ്, അല്ലെങ്കിൽ ട്രിബ്യൂണലിനോട് പറയാണ് എന്താണ്, ആ ഒരു കേസ് പരിഗണിക്കുന്നതിൽ നിന്ന്. അപ്പോൾ ഇവിടെ മേലുള്ള കോടതി താഴെയുള്ള കോടതിയോടാണ് പറയുന്നത്, നിങ്ങൾ ഈ കേസ് പരിഗണിക്കേണ്ട എന്ന് പറയുന്നത്. പ്രൊഹിബിഷൻ റിട്ട് അല്ലെങ്കിൽ നിരോധനം എന്ന് നമുക്ക് എന്ത് ചെയ്യാം, മലയാളത്തിൽ പറയാം. ഇത് പൊതുവെ ആർക്കെതിരെയാണ്, ജുഡീഷ്യൽ, ക്വാസി ജുഡീഷ്യൽ അതോറിറ്റിക്ക് എതിരെയാണ് എന്ത് ചെയ്യുന്നത്, ഇത് പുറപ്പെടുവിക്കുന്നത്. നോട്ട് അവൈലബിൾ എഗൻസ്റ്റ് അഡ്മിനിസ്ട്രേറ്റീവ് അതോറിറ്റീസ്. അപ്പോൾ ഈ റിട്ട് എക്സ്ക്ലൂസീവ്ലി നമ്മൾ ആർക്കെതിരെ ഉപയോഗിക്കുന്നത്, ജുഡീഷ്യൽ, ക്വാസി ജുഡീഷ്യൽ അതോറിറ്റീസിനെതിരെയാണ് നമ്മൾ പ്രൊഹിബിഷൻ റിട്ട് ഉപയോഗിക്കുന്നത്. അപ്പോൾ നമ്മൾ മാൻഡമസ് റിട്ട് ഒക്കെ പറയുമ്പോൾ അഡ്മിനിസ്ട്രേറ്റീവ് അതോറിറ്റീസിനെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, അവിടെ പറയുന്നത്. ഓക്കെ, ഇനി സെർഷ്യോററി റിട്ട് ടു ബി സർട്ടിഫൈഡ് ഓർ ടു ബി ഇൻഫോംഡ്, സാക്ഷ്യപ്പെടുത്തുക അല്ലെങ്കിൽ വിവരം നൽകുക എന്നൊക്കെയാണ് ഇതിൻ്റെ ഒരു മലയാളം അർത്ഥം നമുക്ക് പറയാൻ പറ്റുക. ഇതും എന്താണ്, ഇറ്റ് ഈസ് ഇഷ്യൂഡ് ബൈ എ ഹയർ കോർട്ട് ടു എ ലോവർ കോർട്ട് ഓർ ട്രിബ്യൂണൽ ആണ് അല്ലെ. ഇവിടെ എന്താണ്, പെൻഡിങ്ങിൽ കിടക്കുന്ന ഒരു കേസ് എന്ത് ചെയ്യാണ്, ട്രാൻസ്ഫർ ചെയ്യാൻ വേണ്ടിയിട്ട് പറയാണ് ചെയ്യുന്നത്. പിന്നെ 5ാമത്തെ റിട്ട് എന്ന് പറയുന്നത് കോ വാറന്റോ റിട്ടാണ്. അപ്പം ഇവിടെ കോ വാറന്റോ റിട്ട് എന്ന് പറയുന്നത് അയാൾക്ക് അർഹതയില്ലാത്ത
അല്ലെങ്കിൽ അർഹതയില്ലാതെയാണ് ഒരു ഉദ്യോഗം വഹിക്കുന്നത് എന്നുണ്ടെങ്കിൽ അതിനെതിരെ പുറപ്പെടുവിക്കുന്ന റിട്ടാണ് കോ വാറന്റോ റിട്ട് എന്ന് പറയുന്നത്. അപ്പൊ ഇവിടെ നമ്മൾ പ്രൈവറ്റ് ബോഡിക്കെതിരെ കോ വാറന്റോ റിട്ട് എന്ത് ചെയ്യാൻ പറ്റില്ല, ഇഷ്യൂ ചെയ്യാൻ പറ്റില്ല. അല്ലെങ്കിൽ ഒരു പ്രൈവറ്റ് ഓഫീസിനെതിരെ നമുക്ക് എന്ത് ചെയ്യില്ല പറ്റില്ല. ഒരു പബ്ലിക് ഓഫീസിനെതിരെ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, കോ വാറന്റോ റിട്ട് പുറപ്പെടുവിക്കാൻ വേണ്ടിയിട്ട് സാധിക്കുള്ളൂ. അപ്പൊ ഹേബിയസ് കോർപ്പസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അന്യായമായി തടവിലാക്കപ്പെട്ട ഒരാളെ മോചിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള റിട്ടാണ് എന്ത്, ഹേബിയസ് കോർപ്പസ്. മാൻഡമസ് എന്ന് പറയുന്നത് എന്താണ്, ജോലി ചെയ്യാൻ പറയുന്ന റിട്ടാണ്. നമുക്ക് ആലോചിച്ചാൽ മതി അല്ലെ, മാൻ ഡു യുവർ ഡ്യൂട്ടി, അങ്ങനെ നമുക്ക് ആലോചിക്കാം. പിന്നെയോ പ്രൊഹിബിഷൻ റിട്ട് എന്ന് പറയുന്നത് ഒരു മേൽക്കോടതി ഒരു കേസ്, അതായത് ഒരു കീഴ്ക്കോടതിയിൽ നിന്നൊരു കേസ് മേൽക്കോടതിയിലോട്ട് മാറ്റാൻ വേണ്ടി പറയുന്ന റിട്ടാണ് എന്തെന്ന് പറയുന്നത്, പ്രൊഹിബിഷൻ റിട്ട് എന്ന് പറയുന്നത്. കോ വാറന്റോ റിട്ട് എന്ന് പറയുമ്പോൾ എന്താണ്, ഒരാൾ അർഹതയില്ലാതെയാണ് ആ ഉദ്യോഗം വഹിക്കുന്നത് എന്നുണ്ടെങ്കിൽ അതിനെതിരെ പുറപ്പെടുവിക്കുന്ന റിട്ടാണ് കോ വാറന്റോ. നമുക്ക് ഇങ്ങനെ ആലോചിക്കാം, ക്വസ്റ്റ്യൻ ചെയ്യുന്ന റിട്ടാണ് എന്ന് ആലോചിക്കാം. പിന്നെ നമ്മുടെ സെർഷ്യോററി റിട്ട് ആണെങ്കിലോ ഒരു കേസ് ട്രാൻസ്ഫർ ചെയ്യാൻ പറയുന്ന റിട്ടാണ്. അതൊരു ജുഡീഷ്യൽ അതോറിറ്റിനോടാവാം അല്ലെങ്കിൽ ഒരു ട്രിബ്യൂണലിനോടും എന്ത് ചെയ്യാം ആവാം അത്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ നോക്കുക. ഇലക്ഷൻ കമ്മീഷന്റെ ഡ്യൂട്ടീസുമായിട്ട് ബന്ധപ്പെട്ടതാണ്. വളരെ സിമ്പിൾ ആയിട്ടുള്ള ചോദ്യമാണ്, നമുക്ക് പെട്ടെന്ന് മനസ്സിലാക്കാൻ പറ്റും. ഇലക്ട്രൽ റോൾസ് എന്ന് പറഞ്ഞാൽ എന്താ, വോട്ടർ പട്ടിക തയ്യാറാക്കുക. അത് ഉറപ്പായിട്ടും ഇലക്ഷൻ കമ്മീഷന്റെ ഡ്യൂട്ടി ആയിരിക്കുമല്ലോ, ആയിരിക്കും. തെരഞ്ഞെടുപ്പ് തീയതി ഷെഡ്യൂളൊക്കെ തീരുമാനിക്കുന്ന ആര് തന്നെയാണ്, ഇലക്ഷൻ കമ്മീഷൻ തന്നെയാണ്. രാഷ്ട്രീയ പാർട്ടികൾക്ക് അംഗീകാരം നൽകുന്നത്, ഇപ്പം ദേശീയ പാർട്ടിയാണോ അല്ലെങ്കിൽ സംസ്ഥാന പാർട്ടിയാണോ എന്നൊക്കെയുള്ള അംഗീകാരം നൽകുന്ന ആരാണ്, നമ്മുടെ ഇലക്ഷൻ കമ്മീഷൻ തന്നെയാണ്. പാർലമെന്റ് അംഗങ്ങളുടെ അയോഗ്യതയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ രാഷ്ട്രപതിയെ ഉപദേശിക്കുക, അതും ആര് തന്നെയാണ്, ഈ പറഞ്ഞ ഇലക്ഷൻ കമ്മീഷൻ തന്നെയാണ്. അപ്പൊ ഏതാ നമ്മുടെ ആൻസർ, ഡി ആണ്. ഓൾ ഓഫ് ദ എബവ് ആണ് നമ്മുടെ ആൻസർ എന്ന് പറയുന്നത്. ഓക്കെ, ഈ ഒരു കാര്യത്തെക്കുറിച്ച് പറയുന്നത് ആർട്ടിക്കിൾ 103 അതായത് ഈ ഒരു MPസിൻ്റെ അല്ലെങ്കിൽ നമ്മുടെ പാർലമെന്റ് അംഗങ്ങളുടെ അയോഗ്യതയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ഫൈനൽ ഡിസിഷൻ എടുക്കുന്ന ആരാണ്, പ്രസിഡന്റ് ആണ്. വിത്ത് കൺസൾട്ടേഷൻ ഓഫ് ഇലക്ഷൻ കമ്മീഷനാണ് ഈ കാര്യത്തിൽ എന്ത് ചെയ്യുന്നത്, രാഷ്ട്രപതിയെ ഉപദേശിക്കുന്നത്. ഇനി ഈ ഡിഫെക്ഷനുമായിട്ട് കൂറുമാറ്റവുമായി ബന്ധപ്പെട്ട ഡിസ്ക്വാളിഫിക്കേഷൻ ആണ് എന്നുണ്ടെങ്കിൽ അതാത് സഭകളിലെ അധ്യക്ഷന്മാരാണ് തീരുമാനിക്കുന്നത്. അപ്പം ലോക്സഭയിലാണെന്നുണ്ടെങ്കിൽ അത് സ്പീക്കർ ആയിരിക്കും തീരുമാനിക്കുക. രാജ്യസഭയിലാണെങ്കിൽ അത് ആരായിരിക്കും, ചെയർമാൻ ആയിരിക്കും തീരുമാനിക്കുക. അപ്പോൾ തിരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ചുമതലകൾ നമ്മുടെ SCERT ടെക്സ്റ്റ് ബുക്കിൽ കൊടുത്തിരിക്കുന്ന ഇവിടെ ഉണ്ട്. വോട്ടർ പട്ടിക തയ്യാറാക്കുക, തിരിച്ചറിയൽ കാർഡ് ലഭ്യമാക്കൽ, ഉപരാഷ്ട്രപതി, രാഷ്ട്രപതി, ലോകസഭ, രാജ്യസഭ, സംസ്ഥാന നിയമസഭാംഗങ്ങൾ എന്നിവരുടെ തിരഞ്ഞെടുപ്പിനുള്ള മേൽനോട്ടം, നടത്തിപ്പ്, നിയന്ത്രണം, പെരുമാറ്റ ചട്ടങ്ങളുടെ പ്രഖ്യാപനവും നടപ്പിലാക്കലും, രാഷ്ട്രീയ പാർട്ടികൾക്ക് അംഗീകാരം നൽകലും ചിഹ്നം അനുവദിക്കലും, തിരഞ്ഞെടുപ്പ് വിജ്ഞാപനം പുറപ്പെടുവിക്കൽ, നാമനിർദ്ദേശ പത്രിക സ്വീകരിക്കൽ, സൂക്ഷ്മ പരിശോധന, നാമനിർദ്ദേശ പത്രിക അംഗീകരിക്കൽ, സ്ഥാനാർത്ഥി പട്ടിക പ്രസിദ്ധീകരിക്കൽ, വോട്ടെടുപ്പ്, വോട്ടെണ്ണൽ തീയതികൾ നിശ്ചയിക്കൽ, ഫലപ്രഖ്യാപനവും തർക്കങ്ങൾ പരിഹരിക്കലും, തിരഞ്ഞെടുപ്പ് ചെലവ് പരിശോധിക്കലും, തുടർ നടപടികൾ സ്വീകരിക്കലും. ഇനി ഒരു തെരഞ്ഞെടുപ്പ് നടത്താൻ വേണ്ടി ഓൾറെഡി എല്ലാം തീരുമാനിച്ചൊരു സ്ഥലത്ത് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ തോന്നുകയാണ് ഇവിടെ തെരഞ്ഞെടുപ്പ് നടത്താനുള്ള സാഹചര്യം ഇല്ല എന്ന് തോന്നുകയാണെങ്കിൽ, അല്ലെങ്കിൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ ആരോടും ചോദിക്കേണ്ട, തെരഞ്ഞെടുപ്പ് കമ്മീഷൻ എന്ത് ചെയ്യാം, ഡേറ്റ് മാറ്റാം. പിന്നെ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ തോന്നുന്ന സമയത്താണ് എന്ത് ചെയ്യുക, അടുത്ത ഡേറ്റും കാര്യങ്ങളൊക്കെ. അപ്പോൾ ഇതൊരു തെരഞ്ഞെടുപ്പ് കമ്മീഷൻ എന്ന് പറയുന്നത് ഒരു ഭരണഘടനാ സ്ഥാപനമാണ്, സ്വയം അധികാരമുള്ള ഒരു ഭരണഘടനാ സ്ഥാപനമാണ്. അപ്പോൾ കൃത്യമായിട്ട് ഈ കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യാം, തീരുമാനിക്കാം. ഗവൺമെന്റിനോട് ഒന്നും എന്ത് ചെയ്യേണ്ട കാര്യമില്ല, കൺസൾട്ട് ചെയ്യേണ്ട കാര്യമില്ല. അടുത്തത്, വേർ വാസ് ഇന്ത്യാസ് ഫസ്റ്റ് കോൺസ്റ്റിറ്റ്യൂഷൻ പാർക്ക് ഇനോഗ്രേറ്റഡ് ഇൻ 2024. ഇത് നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷനൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട് വരുന്ന ഒരു കറണ്ട് അഫെയർ ആണ്. അപ്പോൾ അതെവിടെയാണ്, പൂനെയിലാണ് എന്ത് ചെയ്യുന്നത്, ഫസ്റ്റ് കോൺസ്റ്റിറ്റ്യൂഷൻ പാർക്ക് അല്ലെങ്കിൽ ഭരണഘടനാ പാർക്ക് ഉദ്ഘാടനം ചെയ്യുന്നത്. അടുത്ത ചോദ്യം നോക്കുക. താഴെ തന്നിരിക്കുന്നവയിൽ ശരിയായ പ്രസ്താവന ഏത് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഹൈക്കോടതികൾക്ക് എല്ലാ കോടതിയുടെയും മേൽനോട്ടത്തിനുള്ള അധികാരമുണ്ടായിരിക്കുമെന്ന് അനുച്ഛേദം 227 പ്രസ്താവിക്കുന്നു. അത് ശരിയായിരിക്കുമോ? യെസ്, ശരിയായിരിക്കും. ഹൈക്കോടതികൾക്ക് എല്ലാ കോടതി എന്ന് പറയുമ്പോൾ എന്താണ്, അതിൻ്റെ തൊട്ട് താഴെയുള്ള കോടതി അല്ലെ, അതിൻ്റെ തൊട്ട് താഴെയുള്ള കോടതിയാണ്. അപ്പോൾ ഈ ഒരു കാര്യം പറയുന്നത് ആർട്ടിക്കിൾ 227 തന്നെയാണ്. നമുക്കത് നോക്കാം. ഹൈക്കോടതികളുടെ ആധികാരികത യൂണിയൻ പ്രദേശങ്ങളിലേക്ക് വ്യാപിപ്പിക്കുവാൻ പാർലമെന്റിന് അധികാരമുണ്ട്. അപ്പം നമുക്കറിയാം, ഇപ്പം കേരളം ഇപ്പം നമ്മുടെ കേരള ഹൈക്കോടതിയുടെ അധികാര പരിധിയിൽ വരുന്ന പ്രദേശമാണ് എന്ത്, നമ്മുടെ ലക്ഷദ്വീപ് എന്ന് പറയുന്ന
നമ്മുടെ കേന്ദ്രഭരണ പ്രദേശം. അപ്പോൾ ഹൈക്കോടതികളുടെ ആധികാരികത അല്ലെങ്കിൽ അതിൻ്റെ ഒരു എന്താ പറയുക ജൂറിസ്ഡിക്ഷൻ എന്ന് പറയുന്നത് ഈ പറഞ്ഞ യൂണിയൻ പ്രദേശങ്ങളിലേക്ക് വ്യാപിപ്പിക്കാൻ അധികാരമുള്ളത് ആർക്കാണ്? പാർലമെന്റിനാണ്. അതും ശരിയാണ്. 1991 69 ഭേദയ്ക്ക് ശേഷമാണ് ഡൽഹി ദേശീയ തലസ്ഥാന പ്രദേശമായിട്ട് അറിയപ്പെടുന്നത്. ദേശീയ പട്ടിക ഗോത്രവർഗ കമ്മീഷനിൽ ഒരു ചെയർപേഴ്സണും വൈസ് ചെയർപേഴ്സണും മറ്റ് 3 അംഗങ്ങളുമായിരിക്കും ഉണ്ടാവുക. അപ്പം നമ്മൾ കഴിഞ്ഞത് ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നത് ഭരണഘടന ഇതര സ്ഥാപനങ്ങളാണ്. നമ്മൾ SCERT ടെക്സ്റ്റ് ബുക്കിനെ ബേസ് ചെയ്തിട്ടായിരുന്നു. അപ്പോൾ ഓൾറെഡി നമ്മൾ ആ സമയത്ത് പട്ടിക ഗോത്രവർഗ കമ്മീഷനും അല്ലേ പട്ടികജാതി കമ്മീഷനും ഒക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആ സമയത്ത് നമ്മൾ ഈ ഒരു അംഗങ്ങളുടെ എണ്ണവും കാര്യങ്ങളൊക്കെ പറഞ്ഞു. അപ്പം നോക്കിക്കേ, ആർട്ടിക്കിൾ 227 ഈ പറഞ്ഞ ഹൈക്കോർട്ടിന് എന്താണ്? എല്ലാ കോടതികളും എന്ന് ഉദ്ദേശിക്കുന്ന സുപ്രീം കോടതി വരില്ല. ഹൈക്കോടതിയുടെ താഴെയുള്ള ബാക്കി എല്ലാ കോടതികളുടെയും സൂപ്പർവിഷൻ എന്ന് പറയുന്നത് ആരുടെ ഉത്തരവാദിത്തമാണ്? ഈ പറഞ്ഞ ഹൈക്കോടതിയുടെ ഉത്തരവാദിത്തമാണെന്ന് പറയുന്നത് ആർട്ടിക്കിൾ 227 ഓക്കെ. അതുപോലെ തന്നെ ഈ പറഞ്ഞ ഹൈക്കോടതിയുടെ അധികാര പരിധി യൂണിയൻ ടെറിട്ടറീസിലേക്ക് വ്യാപിപ്പിക്കാൻ പറ്റുമെന്ന് പറയുന്നത് എവിടെയാണ്? നമ്മൾ പറഞ്ഞു അത് ആർക്കാണ് ചെയ്യാൻ പറ്റുക? പാർലമെന്റിനാണ് ചെയ്യാൻ പറ്റുക. അപ്പം ആ ഒരു ആർട്ടിക്കിൾ ഏതാണ്? 230 ആണ്. നോക്കിക്കേ, ആർട്ടിക്കിൾ 230 എന്താ പറയുന്നത്? പാർലമെന്റ് മേ ബൈ ലോ എക്സ്റ്റെൻഡ് ദ ജൂറിസ്ഡിക്ഷൻ ഓഫ് എ ഹൈക്കോർട്ട് ഓർ ടു എക്സ്ക്ലൂഡ് ദ ജൂറിസ്ഡിക്ഷൻ ഓഫ് എ ഹൈക്കോർട്ട് ഫ്രം എനി യൂണിയൻ ടെറിട്ടറി. അതായത് പാർലമെന്റിന് എന്ത് ചെയ്യാൻ പറ്റും? നിയമം മൂലം ഒരു ഹൈക്കോടതിയുടെ അധികാര പരിധി ഈ പറയുന്ന കേന്ദ്രഭരണ പ്രദേശത്തിലോട്ട് വ്യാപിപ്പിക്കാനും പറ്റും, അതുപോലെ തന്നെ ഒഴിവാക്കാനും പറ്റും എന്നുള്ളതാണ്. ഓക്കെ, ഇനി നോക്കിക്കേ, നമ്മുടെ പട്ടിക വർഗ കമ്മീഷന്റെ കാര്യം ഇവിടെ പറയുന്നുണ്ട്. 2004 പട്ടികജാതി കമ്മീഷനും പട്ടിക വർഗ കമ്മീഷനും എന്ത് ചെയ്യുന്നത്? നമ്മുടെ ഭരണഘടനാ പദവി ലഭിക്കുന്നത്. അപ്പൊ ഇതില് കാരണം ഇത് ഒന്നിച്ച് പറയാൻ കാരണം പട്ടികജാതി കമ്മീഷന്റെ പട്ടിക വർഗ കമ്മീഷന്റെ സ്ട്രക്ചറും എല്ലാ കാര്യങ്ങളും എന്താണ്? ഒരുപോലെയാണ്. ചെയർപേഴ്സണും വൈസ് ചെയർപേഴ്സണും മറ്റു 3 അംഗങ്ങളും ഉൾപ്പെടുന്നതാണ് കമ്മീഷൻ. രാഷ്ട്രപതിയാണ് കമ്മീഷൻ അംഗങ്ങളെ നിയമിക്കുന്നത്. 3 വർഷമാണ് അംഗങ്ങളുടെ കാലാവധി. ഇത് തന്നെയല്ലേ ഇവിടെ പറഞ്ഞത്? നോക്കിക്കേ, ദേശീയ പട്ടിക ഗോത്രവർഗ കമ്മീഷനിൽ ഒരു ചെയർപേഴ്സണും വൈസ് ചെയർപേഴ്സണും മറ്റ് 3 അംഗങ്ങളും ഉണ്ടായിരിക്കും. അത് തന്നെയാണ് നമ്മളിവിടെ പറഞ്ഞത്. അപ്പൊ നമുക്ക് അടുത്ത ചോദ്യം നോക്കാം. പണബില്ലുമായി ബന്ധപ്പെട്ടവയിൽ ശരിയായത് ഏത് എന്നാണ് നമ്മളോട് ചോദിച്ചിരിക്കുന്നത്. അനുച്ഛേദം 108 പ്രകാരം ഓരോ പണബില്ലും രാജ്യസഭയിലേക്ക് അയച്ചു കൊടുക്കേണ്ടതാണ്. ആക്ച്വലി നമുക്കറിയാം ആർട്ടിക്കിൾ 108 എന്തുമായിട്ട് ബന്ധപ്പെട്ടതല്ല, നമ്മുടെ പണം ബില്ലുമായിട്ട് ബന്ധപ്പെട്ടതല്ല. അപ്പൊ ഞാൻ ക്വസ്റ്റ്യൻ മൊത്തം പറഞ്ഞിട്ട് നമുക്ക് പിന്നെ എക്സ്പ്ലനേഷൻ പറയാം. അനുച്ഛേദം 111 പ്രകാരം പണബില്ല് രാഷ്ട്രപതിയുടെ അനുമതിക്ക് അയക്കേണ്ടതാണ്. ശരിയാണ്. ഒരു ബില്ല് പണബില്ല് എന്ന് തീരുമാനിക്കുന്നത് ലോക്സഭ സ്പീക്കറാണ്. അതും എന്താണ്? ശരിയാണ്. ഭാരതത്തിന്റെ സഞ്ചിത നിധി എന്ന് പറയുന്നത് കൺസോളിഡേറ്റഡ് ഫണ്ട്, അതിന്റെ മലയാളമാണ് അവരോട് കൊടുത്തിരിക്കുന്നത്, നിന്നുള്ള പണത്തിന്റെ വിനിയോഗം പണബില്ലുകളുടെ നിർവചനത്തിൽ ഉൾപ്പെടുന്നു. ശരിയാണ്. ആൻസർ BCD. അപ്പം പണബില്ല് രാജ്യസഭയിൽ അയച്ചു കൊടുക്കണം 108 പ്രകാരം എന്നൊക്കെയാണ് പറയുന്നത്. അതായത് മണി ബില്ലിന് കുറച്ച് ക്ലോസുകൾ ഉണ്ട്. മണി ബില്ല് എന്തൊക്കെയാണ്? ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് നോക്കുക. ഒന്നാമത്തെ കാര്യം, ഇതൊരു ഗവൺമെന്റ് ബില്ലായിട്ട് മാത്രമേ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? അവതരിപ്പിക്കാൻ പറ്റുള്ളൂ. നമുക്കറിയാം ബില്ല് ആരാണ് അവതരിപ്പിക്കുന്നത് എന്നതിന്റെ അടിസ്ഥാനത്തിൽ ബില്ലുകളെ 2ആയിട്ട് തരംതിരിക്കാം. ഗവൺമെന്റ് ബില്ല് എന്നും പ്രൈവറ്റ് ബില്ല് എന്നും. പ്രൈവറ്റ് ബില്ല് എന്ന് പറഞ്ഞാൽ എന്താ? ഒരു മന്ത്രി അല്ലാത്ത ഒരു സാധാരണ MP അവതരിപ്പിക്കുന്ന ബില്ല്. ഗവൺമെന്റ് ബില്ലാണെങ്കിൽ ഒരു മന്ത്രി അവതരിപ്പിക്കുന്ന ബില്ലിനെയാണ് ഗവൺമെന്റ് ബില്ല് എന്ന് പറയാം. അപ്പോൾ ഓർഡിനറി ബില്ലൊക്കെ എന്താണ്? ആർക്ക് വേണമെങ്കിലും അവതരിപ്പിക്കാം. അതായത് ഒരു പ്രൈവറ്റ് ബില്ലായിട്ടും അവതരിപ്പിക്കാം, ഗവൺമെന്റ് ബില്ലായിട്ടും അവതരിപ്പിക്കാം. എന്നാൽ മണി ബില്ല് ഒരു ഗവൺമെന്റ് ബില്ലായിട്ട് മാത്രമേ അവതരിപ്പിക്കാൻ പറ്റുള്ളൂ. അതായത് ഒരു മന്ത്രിക്ക് മാത്രമേ അവതരിപ്പിക്കാൻ പറ്റുള്ളൂ. ഇനി ഒരു ബില്ല് മണി ബില്ലാണോ അല്ലയോ എന്ന് തീരുമാനിക്കുന്ന ആരാണ്? ഡിസൈഡഡ് ബൈ സ്പീക്കർ ആണ്. അതുപോലെ തന്നെ ഏതൊരു ബില്ലിനെയും പോലെ ലോക്സഭ രാജ്യസഭ കഴിഞ്ഞ് അത് ആർക്കെത്തണം? പ്രസിഡന്റിലേക്ക് എത്തിക്കഴിഞ്ഞ് പ്രസിഡന്റ് ഒപ്പ് കിട്ടിക്കഴിഞ്ഞാൽ മാത്രമാണ് മണി ബില്ലായിട്ട് മാറുക. പക്ഷേ ഈ മണി ബില്ലിന്റെ കാര്യത്തിൽ ഏറ്റവും കൂടുതൽ പവർ ആർക്കാണ്? അത് ലോക്സഭയ്ക്കാണ്. രാജ്യസഭയ്ക്ക് ഇവിടെ കാര്യമായിട്ടില്ല, പവർ ഇല്ല. കാരണം ഒരു സാധാരണ ബില്ലൊക്കെയാണ് എന്നുണ്ടെങ്കിൽ ഏത് സഭയിൽ വേണമെങ്കിലും അവതരിപ്പിക്കാം. പക്ഷെ മണി ബില്ലിന്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് ഇത് എവിടെയാണ് അവതരിപ്പിക്കേണ്ടത്? ലോക്സഭയിലാണ് എന്ത് ചെയ്യേണ്ടത്? ഇത് അവതരിപ്പിക്കേണ്ടത്. ലോക്സഭയിൽ മാത്രമേ ഇത് അവതരിപ്പിക്കാൻ
പാടുള്ളൂ. അപ്പൊ ഈ ഒരു പ്രത്യേക കണ്ടീഷൻ പറയുന്നത്, അതായത് ലോകസഭയിൽ വേണം ഇത് ആദ്യം അവതരിപ്പിക്കാൻ, അല്ലെങ്കിൽ മണി ബില്ലിന് തുടക്കം കുറിക്കേണ്ടത് ലോകസഭയിലാണ്, രാജ്യസഭയിൽ ഇതെന്ത് ചെയ്യരുത്, ആദ്യം അവതരിപ്പിക്കരുത് എന്ന് പറയുന്ന സ്പെഷ്യൽ ക്ലോസ് പറയുന്നത് 109 ക്ലോസ് 1 ഓക്കെ. എന്നിട്ട് രാജ്യസഭ പാസ്സാക്കണമെന്ന് വെച്ചാൽ ഇത് രാജ്യസഭയിലോട്ട് അയക്കും. 14 ദിവസമാണ് രാജ്യസഭയ്ക്ക് മണി ബില്ല് കൈവശം വെക്കാൻ പറ്റുക. അപ്പൊ ആ 14 ദിവസം ഇനിയിപ്പോ രാജ്യസഭ അംഗീകരിച്ചാലും അംഗീകരിച്ചില്ലെങ്കിലും എന്തില്ല, അതൊരു വിഷയമല്ല. ലോക്സഭ ഈ പറയുന്ന മണി ബില്ലിന്റെ കാര്യത്തിൽ ലോക്സഭ എന്ത് ചെയ്താൽ മതി, പാസ്സാക്കിയാൽ മതി. അപ്പൊ 14 ദിവസം കഴിഞ്ഞാൽ എന്ത് ചെയ്യണം, രാജ്യസഭ ലോക്സഭയിലോട്ട് അയക്കാം. ഇനി രാജ്യസഭന്റെ നിർദ്ദേശങ്ങളുണ്ട്, ആ നിർദ്ദേശങ്ങൾ എടുക്കണോ ഒന്നും യാതൊരു നിർബന്ധവും ആർക്കില്ല, ലോക്സഭയ്ക്കില്ല. അപ്പൊ മണി ബില്ലിന്റെ കാര്യത്തിൽ എക്സ്ക്ലൂസീവ് അധികാരം ആർക്കാണ്, ലോകസഭയ്ക്കാണ്. ഓക്കെ. അപ്പം ഈ എന്തൊക്കെയാണ് മണി ബില്ല് എന്നുള്ളത് കാര്യം കോൺസ്റ്റിറ്റ്യൂഷനിൽ തന്നെ പറയുന്നുണ്ട്. പിന്നെ മണി ബില്ലുമായിട്ട് ബന്ധപ്പെട്ട ആർട്ടിക്കിൾ ഏതാന്ന് വെച്ച് കഴിഞ്ഞാൽ അത് 110. മണി ബില്ലിന്റെ സ്പെഷ്യൽ പ്രൊസീജിയർ ആണ് ഇവിടെ പറയുന്നത് 109 ക്ലോസ് 1 പറയുന്നത്. ഓക്കെ. അപ്പൊ ഫൈനാൻഷ്യൽ ബില്ലിന്റെ ഒരു കാറ്റഗറിയിൽ വരുന്നതാണ് എന്തെന്ന് പറയുന്നത്, മണി ബില്ല് എന്ന് പറയുന്നത്. അതായത് പണസംബന്ധിയായിട്ടുള്ള കാര്യങ്ങളാണ് എന്തിൽ വരുന്നത്, ഈ ഫൈനാൻഷ്യൽ ബില്ലിൽ വരുന്നത്. ഫൈനാൻഷ്യൽ ബില്ലിനെ നമുക്ക് 3 തരംതിരിക്കാം: മണി ബില്ല്, ഫൈനാൻഷ്യൽ ബിൽ 1, ഫൈനാൻഷ്യൽ ബിൽ 2. ഓക്കെ. അപ്പൊ ഇത് രണ്ടും നമുക്ക് വേണ്ടത് ആരെയാണ്, ഈ മണി ബില്ലിനെയാണ്. ആർട്ടിക്കിൾ 110 എന്ത്, മണി ബില്ലിനെ കുറിച്ച് പറയുന്നത്. അപ്പൊ ഈ മണി ബില്ല് എന്തൊക്കെയാണ് മണി ബില്ല് എന്നുള്ള കാര്യം എന്ത് ചെയ്യുന്നുണ്ട്, ഇവിടെ പറയുന്നുണ്ട്. ഇപ്പം ടാക്സുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ, അതുപോലെ തന്നെ കൺസോളിഡേറ്റഡ് ഫണ്ട് ഓഫ് ഇന്ത്യയുടെ കസ്റ്റഡി ആർക്കാണെന്നുള്ള കസ്റ്റഡി എന്നുള്ള കാര്യങ്ങളുണ്ട്. അതുപോലെ അതിൽ നിന്ന് പൈസ ചെലവാക്കുന്നതുമായിട്ട് ബന്ധപ്പെട്ട കാര്യം, ഇങ്ങനെ കുറച്ചധികം കാര്യങ്ങൾ എന്ത് ചെയ്യുന്നുണ്ട്, പറയുന്നുണ്ട്. ഈ കാര്യങ്ങളാണ് എന്ത് ചെയ്യുക, മണി ബില്ലിന്റെ പരിധിയിൽ വരിക. ഓക്കെ. ഇനി ആർട്ടിക്കിൾ 111 എന്ത് പറയുന്നത്, മണി ബിൽ ആരാ പാസ് ചെയ്യേണ്ടത്, അതായത് ബൈ ദ 2 ഹൗസസ് ഓഫ് പാർലമെന്റ് പാസ്സാക്കി കഴിഞ്ഞതിന് ശേഷം എന്ത് ചെയ്യണം, അത് പ്രസിഡന്റിന് കൊടുക്കണം. എന്നിട്ട് പ്രസിഡന്റ് ഒപ്പുവെച്ചാലാണ് എന്ത് ചെയ്യുക, അത് നിയമമായിട്ട് മാറുക. അപ്പൊ മണി ബില്ലിൽ പ്രസിഡന്റ് ഒപ്പുവെക്കുന്നതിനെ കുറിച്ച് പറയുന്ന ആർട്ടിക്കിൾ ഏതാണ്, ആർട്ടിക്കിൾ 111. അടുത്തത് സ്വകാര്യതയ്ക്കുള്ള അവകാശം ഭരണഘടനയുടെ അനുച്ഛേദം 21 ഭാഗമാണ്. അതായത് റൈറ്റ് ടു പ്രൈവസി. ഓക്കെ, ശരി, നമ്മൾ സമ്മതിച്ചിരിക്കുന്നു. ഇത് ഒന്നാമത്തെ സ്റ്റേറ്റ്മെന്റ് ആണ്. രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റ്, ജീവനോപാധികൾ തേടുവാനുള്ള അവകാശം ഭരണഘടനയുടെ അതായത് റൈറ്റ് ടു ലൈവ്ലിഹുഡ് അല്ലെ, അനുച്ഛേദം 21 ഭാഗമാണ്. ഇത് രണ്ടും ശരിയാണോ തെറ്റാണോ എന്നാണ് നമ്മളോട് കണ്ടുപിടിക്കാൻ പറഞ്ഞത്. ഇത് രണ്ടും എന്താണ്, ശരിയല്ലേ, ആണ്. നമുക്ക് നോക്കാം. ആർട്ടിക്കിൾ 21 എന്താണ്, പ്രൊട്ടക്ഷൻ ഓഫ് ലൈഫ് ആൻഡ് പേഴ്സണൽ ലിബർട്ടി ആണ് അല്ലെ, ജീവനും വ്യക്തി സ്വാതന്ത്ര്യത്തിനുമുള്ള അവകാശം. ഈവൻ നമ്മുടെ അടിയന്തരാവസ്ഥ കാലത്ത് പോലും റദ്ദ് ചെയ്യപ്പെടാൻ പാടില്ലാത്ത 2 ആർട്ടിക്കിളുകളാണ് ഇതൊക്കെ, മൗലികാവകാശങ്ങളാണ് ഇതൊക്കെ, ഈ പറഞ്ഞ 20ഉം 21ഉം. അപ്പൊ 21ന്റെ ഭാഗമായിട്ട് 21 എന്ന് പറയുന്ന ഒരു വിശാലമായി കിടക്കുകയാണ്. അപ്പൊ കാലാകാലങ്ങളിൽ സുപ്രീം കോടതിയാണ് ഈ പറയുന്ന 21ന്റെ ഈ പറഞ്ഞ ലൈഫ് ആൻഡ് പേഴ്സണൽ ലിബർട്ടിന്റെ അണ്ടറിൽ എന്തൊക്കെ കാര്യങ്ങളാണ് വരിക എന്ന് പറയുന്നത്. അപ്പൊ ഇവിടെ നോക്കിക്കേ, റൈറ്റ് ടു ലൈവ്ലിഹുഡ്, റൈറ്റ് ടു പ്രൈവസി, റൈറ്റ് ടു ഷെൽട്ടർ, ഹെൽത്ത്, ഇതൊക്കെ എന്താണ്, എവിടെ വരുന്നതാണ്, ഈ പറഞ്ഞ ആർട്ടിക്കിൾ 21ന്റെ പരിധിയിൽ വരുന്നതാണ്. അപ്പൊ നമ്മുടെ 2 സ്റ്റേറ്റ്മെന്റും ശരിയല്ലേ. അതായത് സ്വകാര്യതയ്ക്കുള്ള അവകാശം, റൈറ്റ് ടു പ്രൈവസി, അനുച്ഛേദം 21ന്റെ ഭാഗമാണോ, ആണ്. അതുപോലെ ജീവനോപാധികൾ തേടാനുള്ള അവകാശം ആണോ, യെസ് ആണ്. ഓക്കെ. ഇനി നമുക്ക് അടുത്ത ചോദ്യം നോക്കാം. ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖ പ്രകാരം ഏറ്റവും ശരിയായത് കണ്ടുപിടിക്കാനാണ് നമ്മളോട് പറഞ്ഞത്. ഇന്ത്യ ഒരു മതേതര റിപ്പബ്ലിക്കാണ്, ശരിയാണ്, ഈ 2 വാക്കും അവിടെയുണ്ട്. പക്ഷെ നമ്മളോട് ഏറ്റവും ശരിയായതാണ് തിരഞ്ഞെടുക്കാൻ പറഞ്ഞത്. ഇന്ത്യ ഒരു പരമാധികാര സോഷ്യലിസ്റ്റ് മതേതര ജനാധിപത്യ റിപ്പബ്ലിക്, കറക്റ്റ് ഇങ്ങനെ തന്നെയാണ് എന്ത് നമ്മുടെ ആമുഖം എന്ന് പറയുന്നത്. നോക്കിക്കേ, സോവറിൻ സോഷ്യലിസ്റ്റ് സെക്കുലർ ഡെമോക്രാറ്റിക് റിപ്പബ്ലിക്. സോവറിൻ ആണ് എന്ത്, പരമാധികാരം, സോഷ്യലിസ്റ്റ് സ്ഥിതിസമത്വം, സെക്കുലർ മതേതരത്വം, ഡെമോക്രാറ്റിക് എന്ന് പറഞ്ഞാൽ ജനാധിപത്യം, റിപ്പബ്ലിക് എന്ന് പറയുന്നത് ജനാധിപത്യ ഭരണക്രമം. ഓക്കെ. അപ്പം എപ്പോഴും പറയുന്ന പോലെ തന്നെ ആമുഖം പഠിച്ചു വെക്കുക. എപ്പോഴും നമ്മൾ ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്യുമ്പോൾ ഇങ്ങനത്തെ തരത്തിലുള്ള ഒരു ക്വസ്റ്റ്യൻ എപ്പോഴും ഉണ്ടാവാറുണ്ട് ആമുഖത്തെ സംബന്ധിച്ചിട്ട്. അപ്പം അതെന്ത് ചെയ്യുക, നന്നായിട്ട് പഠിക്കുക. നോക്കിക്കുക, ജസ്റ്റിസ്, ലിബർട്ടി, ഈക്വാളിറ്റി, ഫ്രട്ടർണിറ്റി, ഈ 4 വാക്കുകൾ. അതുപോലെ ഏത് തരത്തിലുള്ള ജസ്റ്റിസ്, എത്ര തരത്തിലുള്ള ജസ്റ്റിസിനെ കുറിച്ച് അല്ലെങ്കിൽ നീതിയെ കുറിച്ച് പറയുന്നുണ്ട്, 3 തരം അല്ലെ, സോഷ്യൽ, എക്കണോമിക്, പൊളിറ്റിക്കൽ, സാമൂഹികവും സാമ്പത്തികവും രാഷ്ട്രീയപരവുമായിട്ടുള്ള നീതിയെ കുറിച്ച് പറയുന്നുണ്ട്. അതുപോലെ ലിബർട്ടി, ഇതും ചോദിച്ചിട്ടുണ്ട്, എന്തൊക്കെ തരത്തിലുള്ള ലിബർട്ടിയാണ്, ലിബർട്ടി ഓഫ് തോട്ട്, എക്സ്പ്രഷൻ, ബിലീഫ്, ഫെയ്ത്ത്, വർഷിപ്പ്. ഈക്വാളിറ്റി എന്തൊക്കെ കാര്യത്തിലാണ് പറയുന്നത്, സ്റ്റാറ്റസും ഓപ്പർച്യൂണിറ്റിയും. ഓക്കെ.
അടുത്ത ചോദ്യം നോക്കുക, സെൻട്രൽ വിസ്ത പദ്ധതി ബന്ധപ്പെട്ടിരിക്കുന്ന എന്തുമായിട്ടാണെന്നാണ്. നമുക്കറിയാം അത് പാർലമെന്റ് സമുച്ചയ നിർമ്മാണമാണ്. കാരണം നമ്മുടെ പുതിയ പാർലമെന്റ് ആണ് അല്ലെ ഇപ്പം വന്നിട്ടുള്ളത്. അതായത് പുതിയ പാർലമെന്റ് നിർമ്മിച്ചു, പഴയ പാർലമെന്റ് മാറ്റി, കുറെ വർഷങ്ങളായിട്ടുള്ള പാർലമെന്റ് ആണ്. അപ്പൊ നമ്മുടെ പുതിയ പാർലമെന്റ് സമുച്ചയ നിർമ്മാണത്തിന് അതിന്റെ ആ ഒരു പദ്ധതിക്ക് പറയുന്ന പേരാണ് സെൻട്രൽ വിസ്ത പദ്ധതി എന്ന് പറയുന്നത്. അടുത്ത ചോദ്യം നോക്കുക, താഴെ പറയുന്നവയിൽ സംസ്ഥാന പബ്ലിക് സർവീസ് കമ്മീഷനുമായി യോജിക്കുന്ന പ്രസ്താവനകളാണ് നമ്മളോട് കണ്ടുപിടിക്കാൻ പറഞ്ഞത്. ഇന്ത്യൻ ഭരണഘടനയുടെ 315 വകുപ്പിലാണ് സംസ്ഥാന പബ്ലിക് സർവീസ് കമ്മീഷനെ കുറിച്ച് പ്രതിപാദിക്കുന്നത്. ശരിയാണ്. ഈ 315ലാണ് എന്ത്, നമ്മുടെ UPSC കുറിച്ച്, അതായത് നമുക്കൊരു UPSC രൂപീകരിക്കണം, അതുപോലെ തന്നെ സംസ്ഥാനങ്ങൾക്കായിട്ട് ഈ പറഞ്ഞ PSCകൾ രൂപീകരിക്കണം എന്ന് പറയുന്നത് 315ലാണ്. സംസ്ഥാന പബ്ലിക് സർവീസ് കമ്മീഷനെയും മറ്റംഗങ്ങളെയും നിയമിക്കുന്നത് ഗവർണറാണ്. അതും എന്താണ്, ശരിയാണ്. സംസ്ഥാന പബ്ലിക് സർവീസ് കമ്മീഷൻ ചെയർമാന്റെ കാലാവധി 5 വർഷമാണെന്നാണ് പറയുന്നത്. അല്ല, സംസ്ഥാന പബ്ലിക് സർവീസ് കമ്മീഷൻ ചെയർമാന്റെ കാലാവധി 6 വർഷമാണ്. ഓക്കെ, അപ്പോൾ 1ഉം 2ഉം ആണ് എന്ത് ശരിയായിട്ടുള്ളത്. അപ്പൊ നമുക്കിവിടെ എക്സ്പ്ലനേഷൻ നോക്കാം. എത്ര അംഗങ്ങളാണ് സ്റ്റേറ്റ് പബ്ലിക് സർവീസ് കമ്മീഷനിലുള്ളത് നോക്കിക്കേ. ചെയർമാൻ ആൻഡ് അതർ മെമ്പേഴ്സ് അപ്പോയിന്റഡ് ബൈ ദി ഗവർണർ ഓഫ് ദി സ്റ്റേറ്റ്. അപ്പൊ ഇവിടെ എന്ത് ചെയ്യുന്നില്ല, നമ്മുടെ PSCന്റെ കാര്യമായിട്ട് വരുമ്പോൾ, അതായത് PSCന്റെ കാര്യം വരുന്ന സമയത്ത് ഇവിടെ നമ്മുടെ ഭരണഘടനയിൽ എന്ത് പറയുന്നില്ല, സ്ട്രെങ്ത് എത്ര ആണ് മെമ്പേഴ്സിന്റെ എന്ന് പറയുന്നില്ല. ഒരു ചെയർമാൻ വേണം, പിന്നെ അതർ മെമ്പേഴ്സ് ഡിറ്റർമിൻ ബൈ ദി ആരാണ്, ഗവർണർ തീരുമാനിക്കുന്ന അത്രയും അംഗങ്ങൾ എന്ത് ചെയ്യാം, നിയമിക്കാം. അപ്പൊ നിയമിക്കുന്ന ആരാണ്, ഗവർണറാണ്. അതായത് സ്ട്രെങ്ത് എന്ത് ചെയ്യുന്നില്ല, ഭരണഘടനയിൽ സ്പെസിഫൈ ചെയ്യുന്നില്ല. ആർക്ക് വിട്ടുകൊടുക്കുകയാണ്, ഗവർണർക്ക് വിട്ടുകൊടുക്കുകയാണ്. ഓക്കെ, പിന്നെ ചെയർമാൻ ആൻഡ് മെമ്പേഴ്സ് ഓഫ് ദ കമ്മീഷൻ ഹോൾഡ് ഓഫീസ് ഫോർ എ ടേം ഓഫ് 6 years ഓർ അൺടിൽ ദി അറ്റൈൻ ദ ഏജ് ഓഫ് 62 years. അപ്പൊ അവിടെ എന്താ 5 വർഷം എന്നാണ് അല്ലെ നമ്മുടെ ക്വസ്റ്റ്യനിൽ പറഞ്ഞത്. അപ്പൊ നമ്മളപ്പോ പറഞ്ഞു 6 വർഷമാണ് എന്ത് കാലാവധി. 6 വർഷം അല്ലെങ്കിൽ 62 വയസ്സ്, ഏതാണോ ആദ്യം അത്. 315 തന്നെയാണ് UPSCയുടെ രൂപീകരണത്തെ കുറിച്ചും അതുപോലെ തന്നെ PSCയുടെ രൂപീകരണത്തെ കുറിച്ചും പറയുന്നത്. ഓക്കെ, വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചോദ്യമാണ്. ഇനി വരുന്ന എക്സാമുകളിൽ ഇത് മാറ്റിയും തിരിച്ചൊക്കെ എന്ത് ചെയ്യും, ചോദ്യം വരും. കാരണം എന്തുകൊണ്ടാണ്, ഇപ്പം ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് തമിഴ്നാട് ഗവർണർക്കെതിരെ നടത്തുന്ന കേസ് ഉണ്ട് അല്ലേ, ഈ പറയുന്ന ബില്ലുകൾ പെൻഡിങ് വെക്കുന്നതൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. അപ്പം അതുകൊണ്ട് തന്നെ ചോദ്യങ്ങൾ റിപ്പീറ്റഡ് ആയിട്ട് എന്ത് ചെയ്യാം, വരാം. നോക്കാം, രാഷ്ട്രപതിയുടെ നിയമനിർമ്മാണ അധികാരവുമായി ബന്ധപ്പെട്ട് ശരിയായ പ്രസ്താവനയാണ് നമ്മളോട് തിരഞ്ഞെടുക്കാൻ വേണ്ടിയിട്ട് പറഞ്ഞത്. ഗവർണർ രാഷ്ട്രപതിയുടെ പരിഗണനയ്ക്ക് അയക്കുന്ന ബില്ലുകൾക്ക് അംഗീകാരം നൽകാതിരിക്കാം. അത് ഞാൻ ക്വസ്റ്റ്യൻ പറഞ്ഞു കഴിഞ്ഞിട്ട് എന്ത് ചെയ്യാം, നമുക്ക് എക്സ്പ്ലനേഷൻ പറയാം. അപ്പം ഇതിനെ പറ്റിയിട്ട് യാതൊരു ധാരണ ഇല്ലാത്തവരും ഉണ്ടാവും. കാരണം എന്ന് വെച്ചാൽ ഇത് കുറച്ച് ഡെപ്തിലോട്ട് വരുന്നത് തന്നെയാണ്. കാരണം ഗവർണർക്ക് ലഭിക്കുന്ന ബില്ലുകൾ ഗവർണർക്ക് എന്ത് ചെയ്യാം, പ്രസിഡന്റ് നീക്കി വെക്കാൻ പറ്റും. അപ്പം എന്തൊക്കെയാണ് സംഭവിക്കുന്നത് എന്നുള്ള കാര്യങ്ങളൊക്കെയാണ് ഇവിടെ പറയുന്നത്. അപ്പം നമുക്കത് ഡീറ്റെയിൽ ആയിട്ട് പറയാം. ഗവർണർ രാഷ്ട്രപതിയുടെ പരിഗണനയ്ക്ക് അയക്കുന്ന ബില്ലുകൾക്ക് അംഗീകാരം നൽകാതിരിക്കാം. ശരിയാണ്, പ്രസിഡന്റ് എന്ത് ചെയ്യാം, നൽകാതിരിക്കാം. അതിൽ പ്രശ്നമൊന്നുമില്ല. ബില്ലുകൾ വേണ്ട നിർദ്ദേശങ്ങൾ നൽകി പുനഃപരിശോധനയ്ക്ക് വേണ്ടി തിരിച്ചയക്കാം. അതും എന്ത് ചെയ്യാം. രാഷ്ട്രപതിയുടെ അംഗീകാരത്തിനയച്ച സംസ്ഥാന ബില്ലുകൾക്ക് അംഗീകാരം നൽകാൻ 1 വർഷത്തെ സമയപരിധി ലഭിക്കുന്നു എന്നാണ്. ശരിക്കും നമ്മുടെ ഭരണഘടനയിൽ പറയുന്ന ഒരു കാര്യം. ഇപ്പം അതിനൊരു സമയപരിധി ഉണ്ട്. പക്ഷെ നമ്മുടെ ഭരണഘടനയിലുള്ള ഒരു കാര്യം എന്താണ്, അങ്ങനെ ഒരു കൃത്യമായുള്ള സമയപരിധി ഒന്നുമില്ല പ്രസിഡന്റിന് തീരുമാനം എടുക്കാൻ വേണ്ടിയിട്ട്. പ്രസിഡന്റ് അയച്ചു കഴിഞ്ഞാൽ പ്രസിഡന്റിന്റെ ഇഷ്ടം പോലെ, അങ്ങനെയാണ്. ഓക്കെ, അപ്പൊ എന്താണ് ഇവിടെ ഏതായിരിക്കും വരിക, 1ഉം 2ഉം ആണ് ശരിയായിട്ട് വരിക. 3 ഇങ്ങനെ ഒരു വർഷത്തെ സമയപരിധി എന്ന് പറഞ്ഞൊരു സാധനം ഇല്ല. അപ്പൊ നമുക്ക് നോക്കാം. അതായത് സംസ്ഥാന ഗവൺമെന്റുകൾ പാസ്സാക്കുന്ന, നമുക്കറിയാം പാർലമെന്റ് പാസ്സാക്കുന്ന ബില്ലുകൾ ആർക്കയക്കും, പ്രസിഡന്റിനയക്കും. അതായത് പാർലമെന്റ് ബില്ല് പാസ്സാക്കി അല്ലെ, ബില്ല് പാസ്സാക്കി, എന്നിട്ട് ആർക്കയക്കും, പ്രസിഡന്റിനയക്കും. പ്രസിഡന്റിന് എന്ത് ചെയ്യാം, ഇതിന് അംഗീകാരം കൊടുക്കാം, അംഗീകാരം തടഞ്ഞു വെക്കാം അല്ലെ, അല്ലെങ്കിൽ ഒരു തീരുമാനവും എടുക്കാതിരിക്കാം അല്ലെ, അങ്ങനെ ചെയ്യാം. ഇനി അതല്ല എന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യാം, പുനഃപരിശോധനയ്ക്കായിട്ട് പാർലമെന്റിലേക്ക് തിരിച്ചയക്കാം. ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്യാം. ഇനി ഒരു ഗവർണർക്ക് ബില്ല് അയക്കുന്ന ആരായിരിക്കും, പാർലമെന്റ് ആണോ? അല്ല, അത് സ്റ്റേറ്റ് ലെജിസ്ലേച്ചർ ആണ്. അതായത് സംസ്ഥാന നിയമസഭകൾ സംസ്ഥാനത്തിന് വേണ്ടിയിട്ട് നിർമ്മിക്കുന്ന നിയമങ്ങൾ ആർക്കാണ് അയക്കുക, ഗവർണർക്കാണ് അയക്കുക. ഗവർണർക്കും ഈ പറയുന്ന പ്രസിഡന്റിനുള്ള പോലെ തന്നെയുള്ള ഓപ്ഷൻസ് ഉണ്ട്. ഒന്നുകിൽ നൽകുക, അല്ലെങ്കിൽ തടഞ്ഞു വെക്കാം. അതല്ല എന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യാം, പുനഃപരിശോധനയ്ക്കായിട്ട് ഈ പറഞ്ഞ നിയമസഭയിലേക്ക് അയക്കാം. പക്ഷെ ഇവിടെ പ്രസിഡന്റ് ഇല്ലാത്ത ഒരു കാര്യം എക്സ്ട്രാ എന്ത് ചെയ്യുന്നുണ്ട്, ഗവർണർക്ക് വരുന്നുണ്ട്. എന്താണത്, വേണമെങ്കിൽ എന്ത് ചെയ്യാം,
ഇതൊന്നും ചെയ്യാതെ ഗവർണർക്ക് പ്രസിഡന്റിന് എന്ത് ചെയ്യാം, അയക്കാം. അതായത് പ്രസിഡന്റിന്റെ പരിഗണനയ്ക്കായിട്ട് നീക്കിവെക്കാം. അപ്പൊ പിന്നെ ഗവർണറുടെ തലേന്ന് ഒഴിഞ്ഞു, പിന്നെ ഗവർണർക്ക് ടെൻഷൻ ഇല്ല, പിന്നെ എന്ത് ചെയ്യുക, പ്രസിഡന്റ് തീരുമാനം എടുക്കട്ടെ. അങ്ങനെ അപ്പൊ ഭൂരിഭാഗ സമയങ്ങളിൽ സംഭവിക്കുക, പ്രസിഡന്റിന് ഇത് അയക്കുന്നു, പ്രസിഡന്റ് അങ്ങനെ കാലാവധിയും ഒന്നുമില്ല, പ്രസിഡന്റ് അവിടെ അങ്ങനെ എന്ത് ചെയ്യും, കിടക്കും. ഇതാണ് സംഭവിക്കുക. ഓക്കെ, അപ്പൊ ഇങ്ങനെയാണ് ഓപ്ഷൻസ് എന്നുള്ളത് ആദ്യം മനസ്സിലാക്കുക. ആദ്യം മെയിൻ 3 ഓപ്ഷൻസ് ആണുള്ളത് ആർക്ക്, ഗവർണർക്ക്. ഒന്നെന്ത് ചെയ്യാം, അത് പ്രസിഡന്റ് ഉള്ള പോലത്തെ അതേ സെയിം കാര്യം തന്നെയാണ്, നൽകുക, അതുപോലെ തന്നെ തടഞ്ഞു വെക്കാം, അതായത് നൽകാതിരിക്കുക, പോക്കറ്റ് വീഡിയോ യൂസ് ചെയ്യുക, അങ്ങനത്തെ കാര്യങ്ങൾ ചെയ്യാം. അതല്ലാന്നുണ്ടെങ്കിൽ പുനഃപരിശോധനയ്ക്കായിട്ട് എന്ത് ചെയ്യാം, നമ്മുടെ ഈ പറയുന്ന നിയമസഭകളിലേക്ക്, ഇപ്പോൾ ഗവർണറുടെ കാര്യമാണ് നിയമസഭയിലേക്ക് അയക്കാം, മറ്റേ നമ്മുടെ പ്രസിഡന്റിനാണെന്നുണ്ടെങ്കിൽ പാർലമെന്റിലേക്ക് അയക്കാം. ഓക്കെ, ഇതാണ് നമ്മുടെ ഗവർണറുടെ കാര്യം. ഇനി ഗവർണർക്ക് എക്സ്ട്രാ വരുന്നത് എന്താണ്, ഈ പറയുന്ന പ്രസിഡന്റിന്റെ പരിഗണനയ്ക്കായിട്ട് എന്ത് ചെയ്യാം, ഈ നിയമസഭകൾ പാസ്സാക്കുന്ന ബില്ല് പരിഗണനയ്ക്കായിട്ട് കൊടുക്കാം, കൺസിഡറേഷന് വേണ്ടിയിട്ട്. ഓക്കെ, ഇതാണ് സംഭവിക്കുക. അപ്പൊ ഇവിടെ പ്രശ്നം ഇപ്പൊ ഉണ്ടായിരിക്കണമെന്ന് വെച്ചാൽ ഈ ഗവർണർമാർ പലപ്പോഴും ഇതൊരു രാഷ്ട്രീയപരമായിട്ട് മാറും. കാരണം എപ്പോഴും കേന്ദ്രത്തിന്റെ ഒരു പ്രതിനിധിയാണ് എന്തെന്ന് പറയുന്നത്, ഗവർണർമാരെന്ന് പറയുന്നത്. അപ്പം ഈ സംസ്ഥാനത്ത് ഭരിക്കുന്ന പാർട്ടിയും പിന്നെ ഗവർണർമാരുടെ ഈ പറഞ്ഞ രാഷ്ട്രീയ, ശരിക്കും ഗവർണർമാർക്കും പ്രസിഡന്റ് ഒന്നും ഒരു രാഷ്ട്രീയ താല്പര്യം ഉണ്ടാവരുത് എന്നും അതിനനുസരിച്ച് പ്രവർത്തിക്കരുത് എന്നുമാണ്. എന്നാലും പലപ്പോഴും ആ ചായ്വ് ഉണ്ടാവുന്ന സമയത്താണ് ഈ പ്രശ്നങ്ങളൊക്കെ പലപ്പോഴും വരാറുള്ളത്. അപ്പൊ ഇപ്പം കോടതി കൊണ്ടുവന്നിരിക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്, പ്രസിഡന്റിനെ അയച്ചു കഴിഞ്ഞാൽ എന്ത് ചെയ്യണം, പ്രസിഡന്റ് 3 മാസത്തിനുള്ളിൽ തീരുമാനം എടുക്കണം എന്നുള്ളതാണ് എന്ത് ചെയ്യുന്നത്. ഇവിടെ ഒരു സമയപരിധി നിശ്ചയിച്ചിട്ടുണ്ട്. പക്ഷേ നമ്മുടെ ഇപ്പൊ അതിനെതിരെ നമുക്ക് 2 കാര്യങ്ങളും നിങ്ങൾ മനസ്സിലാക്കണം. നമ്മുടെ ഭരണഘടനയിൽ എന്ത് ചെയ്തിട്ടില്ല, സമയപരിധി പറഞ്ഞിട്ടില്ല. അതുപോലെ തന്നെ ഇപ്പൊ ഈ കേസിലാണ് ഈ ഒരു 3 മാസത്തെ പരിധി പറഞ്ഞിരിക്കുന്നതും. അപ്പൊ എന്ത് ചെയ്യും, ചിലപ്പോൾ കേന്ദ്ര ഗവൺമെന്റ് ഇതിനെതിരെ അപ്പീൽ പോകുന്നുണ്ടാവും. അപ്പം ചിലപ്പം ഈ ഒരു വിധിന്യായം ചിലപ്പോൾ മാറാം, അങ്ങനെയൊക്കെ വരാം. അപ്പൊ അതുകൊണ്ട് എന്ത് ചെയ്യുക, ഇത് നിങ്ങൾ അപ്ഡേറ്റഡ് ആയിട്ട് എപ്പോഴും ഇരിക്കുക. ന്യൂസിലെ കാര്യങ്ങൾ വരുന്ന സമയത്ത് അപ്ഡേറ്റഡ് ആയിട്ട് വരുന്ന എന്താണോ അത് പഠിച്ചെപ്പോഴും വെക്കുക കേട്ടോ. ഇനി ഇന്ത്യൻ ഭരണഘടനയ്ക്ക് ലോകത്തിലെ മറ്റു ഭരണഘടനകളുടെ സവിശേഷതകളുണ്ട്. കാരണം നമ്മൾ പല സ്ഥലത്തു നിന്ന് എന്ത് ചെയ്തിട്ടുണ്ട്, എടുത്തിട്ടുണ്ട്. അപ്പൊ ഇതിൽ നമ്മളോട് ശരിയായത് കണ്ടുപിടിക്കാനാണ് പറഞ്ഞത്. നിർദ്ദേശക തത്വങ്ങൾ റഷ്യൻ ഭരണഘടനയുടെ സ്വാധീനത്തിൽ നിന്നാണോ രൂപപ്പെട്ടിട്ടുള്ളത്? അല്ല, നമുക്കറിയാം അത് അയർലൻഡ് ആണ് എന്ന്. ലോകസഭാ സ്പീക്കറുടെ പദവി ബ്രിട്ടീഷ് ഭരണഘടനാ മാതൃകയിലുള്ളതാണോ? ആണ്, ശരിയാണ്. മൗലികാവകാശങ്ങൾ അമേരിക്കൻ ഭരണഘടനയിൽ നിന്നാണ് നമ്മൾ രൂപം കൊണ്ടത്. അതും എന്താണ്, ശരിയാണ്. അപ്പൊ 2ഉം 3ഉം ആണ് നമ്മുടെ ആൻസർ. എന്താണ്, തെറ്റാണ്. അപ്പോൾ നമ്മുടെ ഇന്ത്യൻ പൊളിറ്റി ബൈ ലക്ഷ്മികാന്ത്, അപ്പോൾ ബുക്കിൽ കൊടുത്തിരിക്കുന്ന ഓരോ സ്ഥലത്തുനിന്നും അല്ലെങ്കിൽ രാജ്യത്ത് നിന്നും അതുപോലെ തന്നെ ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട് എന്നൊക്കെ നമ്മൾ കടം കൊണ്ട ആശയങ്ങൾ ഇവിടെ കൊടുത്തിരിക്കുന്നുണ്ട്. NCERT ടെക്സ്റ്റ് ബുക്കിലുണ്ട്, പക്ഷെ അവിടെ കുറച്ചേ എന്ത് ചെയ്തിട്ടുള്ളൂ, കൊടുത്തിട്ടുള്ളൂ. അപ്പോൾ ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട് എന്നാണ് നമ്മൾ ഒരുപാട് കാര്യങ്ങൾ എടുത്തിട്ടുള്ളത്. നമ്മുടെ ഭരണഘടനയ്ക്കുള്ള ഒരു വിമർശനവുമാണ് എന്ത്, ഒരു ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ടിന്റെ വേറൊരു പതിപ്പാണ് നമ്മുടെ ഭരണഘടന എന്നുള്ളത്, അതിന്റെ ഒരു കോപ്പിയാണ് എന്നൊക്കെയുള്ള വിമർശനം നമുക്കുണ്ട്. അപ്പോൾ ഫെഡറൽ സ്കീം, ഗവർണറുടെ ഓഫീസ്, ജുഡീഷ്യറി, പബ്ലിക് സർവീസ് കമ്മീഷൻ, എമർജൻസി പ്രൊവിഷൻ ആൻഡ് അഡ്മിനിസ്ട്രേറ്റീവ് ഡീറ്റെയിൽസ്, ഇതൊക്കെ നമ്മൾ എടുത്തിരിക്കുന്ന ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട് ആണ്. പക്ഷേ എമർജൻസി വരുമ്പോൾ നമ്മുടെ PSC ചോദിക്കുന്ന സമയത്തൊക്കെ എമർജൻസി എന്താണ്, ജർമ്മനിയാണ് കേട്ടോ, ജർമ്മനി ആണ്. ഓക്കെ, പക്ഷെ അതെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഈ നമ്മുടെ ഈ എമർജൻസി സമയത്ത്, അടിയന്തരാവസ്ഥ സമയത്ത് മൗലികാവകാശങ്ങൾ റദ്ദ് ചെയ്യപ്പെടുന്നുണ്ട്. ആ ഒരു സ്പെസിഫിക് ഫോം നമ്മൾ ജർമ്മനിയിൽ നിന്ന് എടുത്ത്, അതുകൊണ്ടാണ് നമ്മൾ എമർജൻസിയും ചോദിക്കുമ്പോൾ കടം കൊണ്ട ജർമ്മനി എന്നുള്ളത് വരുന്നത്. പിന്നെ ബ്രിട്ടീഷ് കോൺസ്റ്റിറ്റ്യൂഷൻ ആണ്. ഈ പാർലമെന്ററി സിസ്റ്റം ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളെല്ലാം നമ്മൾ ബ്രിട്ടീഷ് കോൺസ്റ്റിറ്റ്യൂഷൻ ആണ്. പാർലമെന്ററി ഗവൺമെന്റ്, റൂൾ ഓഫ് ലോ, ലെജിസ്ലേറ്റീവ് പ്രൊസീജിയർ, അതായത് നമ്മുടെ നിയമം നിർമ്മിക്കുന്ന ഒരു രീതി ഉണ്ടല്ലോ, അതൊക്കെ നമ്മൾ എവിടെ നിന്നാണ്, ബ്രിട്ടീഷ് കോൺസ്റ്റിറ്റ്യൂഷൻ എന്നാണ് എടുത്തിട്ടുള്ളത്. പിന്നെ നമ്മുടെ സിംഗിൾ സിറ്റിസൺഷിപ്പ്, ക്യാബിനറ്റ് സിസ്റ്റം, റിട്ട്, പാർലമെന്ററി പ്രിവിലേജ് ഒക്കെ എവിടുന്നാണ്, ബ്രിട്ടീഷ് ആണ്. പിന്നെ നമ്മൾ US കോൺസ്റ്റിറ്റ്യൂഷൻ എപ്പോഴും ചോദിക്കാറുള്ളത് ഫണ്ടമെന്റൽ റൈറ്റ്സ് നമ്മളിപ്പോൾ കണ്ടു. അതുപോലെ ജുഡീഷ്യൽ റിവ്യൂ, പ്രസിഡന്റിന്റെ ഇംപീച്ച്മെന്റ്, അതുപോലെ സുപ്രീം കോടതിയിലെയും ഹൈക്കോടതിയിലേക്കൊക്കെയുള്ള ജഡ്ജസിനെ റിമൂവ് ചെയ്യുന്നത്, നമ്മുടെ വൈസ് പ്രസിഡന്റിന്റെ പോസ്റ്റ് ഒക്കെ നമ്മൾ എവിടുന്നാണ്, അമേരിക്കൻ കോൺസ്റ്റിറ്റ്യൂഷൻ എന്നാണ് എടുത്തിട്ടുള്ളത്. നമ്മൾ DPSP അല്ലെങ്കിൽ ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസ് ഓഫ് സ്റ്റേറ്റ് പോളിസി അല്ലെങ്കിൽ നിർദ്ദേശക തത്വങ്ങളൊക്കെ നമ്മൾ എവിടെ നിന്ന് എടുത്തിട്ടുള്ളത്, ഐറിഷ് കോൺസ്റ്റിറ്റ്യൂഷൻ എന്നാണ്. അതുപോലെ തന്നെ രാജ്യസഭയിലേക്ക് 12 പേരെ നോമിനേറ്റ് ചെയ്യുന്നുണ്ടല്ലോ, അതുപോലെ തന്നെ പ്രസിഡന്റിനെ തെരഞ്ഞെടുക്കുന്ന രീതിയും നമ്മൾ അയർലൻഡിലെ അല്ലെങ്കിൽ ഐറിഷ് കോൺസ്റ്റിറ്റ്യൂഷനിൽ നിന്നാണ് എടുത്തിട്ടുള്ളത്.
പിന്നെ കാനഡയിൽ നിന്ന് എപ്പോഴും ചോദിക്കുന്ന ഒരു കാര്യം ഒന്നെന്ന് പറഞ്ഞാൽ റെസിഡ്വറി പവേഴ്സ് ആണ്. പിന്നെ ഫെഡറേഷൻ വിത്ത് എ സ്ട്രോങ് സെന്റർ, അതായത് നമ്മുടെ ഇവിടെ ഫെഡറൽ സിസ്റ്റം ആണോ എന്ന് വെച്ചാൽ ആണെന്നുള്ള തരത്തിൽ നമുക്ക് കംപ്ലീറ്റ് ആയിട്ട് പറയാൻ പറ്റാത്തതിന്റെ കാരണം എന്താണ്? നോർമലി ഫെഡറൽ സ്ട്രക്ചർ എന്ന് പറയുന്ന ഈ കേന്ദ്രത്തിനും സംസ്ഥാനങ്ങൾക്കിടയിൽ അല്ലെങ്കിൽ ഗവൺമെന്റുകൾ രണ്ട് തരത്തിലുള്ള ഗവൺമെന്റുകൾക്കിടയിലുള്ള അധികാര വിഭജനത്തിനെയാണ് നമ്മളൊരു ഫെഡറൽ സംവിധാനം എന്ന് പറയുന്നത്. പക്ഷേ നമ്മുടെ ഇവിടെ എന്താണ്? കേന്ദ്രത്തിന് അധികാരം കുറച്ച് കൂടുതലുണ്ട്. ആ ഒരു സിസ്റ്റം ഫെഡറേഷൻ വിത്ത് എ സ്ട്രോങ് സെന്റർ, അത് നമ്മൾ കനേഡിയൻ കോൺസ്റ്റിറ്റ്യൂഷൻ എന്നാണ് എടുത്തിട്ടുള്ളത്. ഓക്കെ. പിന്നെ നമുക്ക് പ്രധാനമായിട്ട് ഓസ്ട്രേലിയ നമ്മൾ നോക്കുകയാണെങ്കിൽ എപ്പോഴും പറയാറുള്ളത് കൺകറന്റ് ആണ് കേട്ടോ. കൺകറന്റ് ലിസ്റ്റ് നമ്മൾ ഓസ്ട്രേലിയൻ കോൺസ്റ്റിറ്റ്യൂഷൻ എന്നാണ്. അതുപോലെ തന്നെ ജോയിന്റ് സിറ്റിങ്ങും എന്താണ്? ഓസ്ട്രേലിയൻ കോൺസ്റ്റിറ്റ്യൂഷൻ എന്നാണ് എടുത്തിട്ടുള്ളത്. പിന്നെ നമ്മുടെ ജർമ്മനി കണ്ടോ, സസ്പെൻഷൻ ഓഫ് ഫണ്ടമെന്റൽ റൈറ്റ്സ് ഡ്യൂറിങ് എമർജൻസി, അടിയന്തരാവസ്ഥ കാലത്ത് ഫണ്ടമെന്റൽ റൈറ്റ്സ് റദ്ദ് ചെയ്യപ്പെടുന്നതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ആ തരത്തിലുള്ള ഒരു എമർജൻസി നമ്മൾ ജർമ്മനി എന്നാണ്. ഓക്കെ. അപ്പം ആ ഒരു 358, 359 ആർട്ടിക്കിളുകൾ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഈ പറയുന്ന ഫണ്ടമെന്റൽ റൈറ്റ്സ് റദ്ദ് ചെയ്യുന്നതുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന ആർട്ടിക്കിളുകളാണ് 358ഉം 359ഉം. നമ്മൾ എമർജൻസി ചെയ്യണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ പറയാം, നമുക്ക് ചെയ്യാം. ആ സമയത്ത് നമുക്ക് എന്ത് ചെയ്യാം? 358ഉം 359ഉം ഒക്കെ ഡിസ്കസ് ചെയ്യാം. ഓക്കെ. ഇനി പിന്നെ നമ്മുടെ ലിബർട്ടി, ഈക്വാളിറ്റി, ഫ്രട്ടേണിറ്റി എന്നൊക്കെ നമ്മൾ പ്രിയാമ്പിൾ കാണുന്നില്ലേ, റിപ്പബ്ലിക്, ഇതൊക്കെ നമ്മൾ എവിടെ നിന്നാണ്? ഫ്രാൻസിന്റെ കോൺസ്റ്റിറ്റ്യൂഷൻ എന്നാണ് എടുത്തിട്ടുള്ളത്. നമ്മുടെ ഭരണഘടന അമെൻമെന്റ് ചെയ്യുന്നതുമായിട്ട് ബന്ധപ്പെട്ട പ്രൊസീജിയർ ഉണ്ട്, അത് നമ്മൾ ആഫ്രിക്കൻ കോൺസ്റ്റിറ്റ്യൂഷൻ നിന്നാണ് എടുത്തിട്ടുള്ളത്. ഓക്കെ. അതുപോലെ രാജ്യസഭയുടെ ഇലക്ഷൻ മെത്തേഡ്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് പ്രധാനമായിട്ടും പറയാൻ വേണ്ടിയിട്ട് ഉള്ളത്. ഇനി നമുക്ക് അടുത്ത ചോദ്യം നോക്കാം. കേന്ദ്ര മന്ത്രിസഭയുടെ അംഗസംഖ്യ ലോകസഭയുടെ അംഗങ്ങളുടെ 15% കവിയാൻ പാടില്ല എന്ന ഭരണഘടനാ ഭേദഗതി ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അത് 91ാമത് ഭരണഘടനാ ഭേദഗതിയാണ്. അപ്പൊ ഇതിന്റെ ഒരു സാഹചര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ ആദ്യകാലത്ത് നമുക്കറിയാം ഒരൊറ്റ കക്ഷിക്ക് അല്ലെങ്കിൽ ഒറ്റ പാർട്ടിക്ക് തന്നെ എന്ത് ചെയ്യായിരുന്നു? പാർലമെന്റിലാണെങ്കിലും സംസ്ഥാന നിയമസഭകളിലൊക്കെ ഭൂരിപക്ഷം കിട്ടാറുണ്ടായിരുന്നു. പക്ഷേ പിന്നീട് അങ്ങോട്ട് വരുന്ന സമയത്ത് സംഭവിക്കുന്നത് വെച്ചാൽ ഒറ്റ കക്ഷിക്ക് അല്ലെങ്കിൽ ഒരു പാർട്ടിക്ക് ഒറ്റയ്ക്ക് ഭൂരിപക്ഷം കിട്ടാതായി. അങ്ങനെയാണ് ഈ ഒരു മുന്നണി രാഷ്ട്രീയം വരുന്നത്. അതായത് ഏകദേശം ഒന്നിച്ച് ചേർന്ന് പോകാൻ പറ്റുന്ന ഏകദേശം ഒരേപോലത്തേക്ക് പ്രത്യയശാസ്ത്രങ്ങളുള്ള പാർട്ടികൾ അല്ലെങ്കിൽ കക്ഷികൾ ഒന്നിച്ച് ചേർന്നിട്ട് എന്ത് ചെയ്യുന്നു? ഇലക്ഷനിൽ പങ്കെടുക്കുകയും അവരുടെ പരസ്പര ധാരണ ഉണ്ടാക്കും. ഇങ്ങനെ നമ്മളാണ് ജയിക്കുന്നത്, നമ്മളാണ് ഗവൺമെന്റ് രൂപീകരിക്കുന്നെങ്കിൽ ഇത്ര ഈ പിന്നെ പോസ്റ്റ് നിങ്ങൾക്ക് തരാം, അല്ലെങ്കിൽ അവരുടെ ഇടയിൽ അവരുടേതായിട്ടുള്ള നെഗോഷിയേഷൻ ഒക്കെ നടക്കും. അപ്പം എന്നിട്ട് എന്ത് ചെയ്യുന്നു? ഇവര് ഇങ്ങനെ ഗവൺമെന്റ് രൂപീകരിക്കുന്നു. ഇങ്ങനെയാണ് കേന്ദ്രത്തിലും സംസ്ഥാനങ്ങളിലും. ഇപ്പൊ ആണെങ്കിലും നമുക്കറിയാം, അപ്പൊ കേന്ദ്രത്തിലാണെങ്കിൽ NDA ഗവൺമെന്റ് എന്ന് പറഞ്ഞാൽ BJP ഒറ്റയ്ക്കല്ല. അപ്പൊ നമ്മൾ സംസ്ഥാനത്ത് LDF ആണെന്നുണ്ടെങ്കിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഒറ്റയ്ക്കല്ല അല്ലെ ഭരിക്കുന്നത്. അപ്പൊ അവരുടെ മുന്നണി രാഷ്ട്രീയമാണ് കേന്ദ്രത്തിലാണെങ്കിലും സംസ്ഥാനത്തിലാണെങ്കിലും. അങ്ങനെ ഇങ്ങനെ വന്ന സമയത്ത്, ഈ മുന്നണി രാഷ്ട്രീയമായി തുടങ്ങിയ സമയത്ത് വന്നൊരു പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാല് ഈ മന്ത്രിമാരുടെ എണ്ണം അല്ലെങ്കിൽ മന്ത്രിസഭയുടെ എണ്ണം വല്ലാതെ കൂടാൻ തുടങ്ങി. പലപ്പോഴും ഇവർക്ക് ഈ ഒരു കോംപ്രമൈസിന്റെ ഭാഗമായിട്ട് എന്ത് ചെയ്യും? മന്ത്രിമാരുടെ എണ്ണം ഓരോ അതായത് ഇവരുടെ മുന്നണിയുടെ ഭാഗമായിട്ടുള്ള ആളുകൾക്ക് അല്ലെങ്കിൽ പാർട്ടികൾ കക്ഷികൾക്ക് എന്ത് ചെയ്യേണ്ടി വരും? മന്ത്രിസ്ഥാനമൊക്കെ കൊടുത്ത് അവരെ ഒന്ന് സമാധാനിപ്പിച്ചിരുത്തേണ്ടി വരും. അങ്ങനെയാണല്ലോ അവർക്ക് ഒരു അർഹിക്കുന്ന അംഗീകാരം എന്ന് പറയുന്നത്. അപ്പൊ ഇങ്ങനെ മന്ത്രിമാരുടെയൊക്കെ എണ്ണം കൂടാൻ തുടങ്ങിയപ്പോഴാണ് ഈ പറഞ്ഞൊരു ഭേദഗതി വന്നിട്ടുള്ളത്. ഒരു മിനിമം എണ്ണം നിശ്ചയിക്കുകയാണ്. അതായത് കേന്ദ്ര മന്ത്രിസഭയുടെ അംഗസംഖ്യ എന്ന് പറയുന്നത് എന്ത് ചെയ്യണം? ലോകസഭയുടെ അംഗങ്ങളുടെ 15% കൂടാൻ പാടില്ല. അതുപോലെ തന്നെ സംസ്ഥാനത്തിലാണെന്നുണ്ടെങ്കിലും സംസ്ഥാന മന്ത്രിസഭയുടെ അംഗസംഖ്യ എന്ന് പറയുന്നത് എന്ത് ചെയ്യാൻ പാടില്ല? സംസ്ഥാന നിയമസഭയുടെ 15% കൂടാൻ പാടില്ല. ഈ രണ്ട് കാര്യങ്ങളും പറയുന്നത് 91ാമത്തെ ഭരണഘടനാ ഭേദഗതിയിലാണ്. അപ്പൊ ഞാൻ ഇതിന്റെ ഒപ്പം തന്നെ പറയാം. ഇതേ 91ാം ഭേദഗതി തന്നെയാണ് ആന്റി ഡിഫെക്ഷനുമായിട്ട് ബന്ധപ്പെട്ട ഒരു അഡീഷണൽ കാര്യമാണ് കേട്ടോ. അതായത് കൂറുമാറ്റ നിരോധന നിയമവുമായിട്ട് ബന്ധപ്പെട്ട അനുച്ഛേദം ഏതാന്ന് വെച്ച് കഴിഞ്ഞാൽ അത് 52 തന്നെയാണ്. അപ്പൊ ഇതിനുമായിട്ട് വരുന്ന ഒരു അഡീഷണൽ കാര്യമാണ് ഇവിടെ വരുന്നത്. അതായത് കൂറുമാറ്റ നിരോധന നിയമപ്രകാരം അയോഗ്യനാക്കപ്പെട്ടിട്ടുള്ള ഒരു മെമ്പർ എന്തിനും അർഹനല്ല? മന്ത്രിസ്ഥാനത്തിനും അർഹനല്ല എന്നുള്ളതാണ് ഈ ഒരു അഡീഷണൽ ആയിട്ട് പറയുന്നത്. അതായത് ഇപ്പോൾ കൂറുമാറ്റ നിരോധന നിയമപ്രകാരം ഒരു MP അയോഗ്യനാക്കപ്പെട്ടു എന്ന് വിചാരിക്കാം.
അയാൾ ഇനി മന്ത്രിസ്ഥാനം വഹിക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ അയാൾ എന്ത് ചെയ്യേണ്ടി വരും? അത് രാജിവെക്കേണ്ടി വരും. അല്ലെങ്കിൽ അയാൾ മന്ത്രിസ്ഥാനം വഹിക്കാനും യോഗ്യനല്ല എന്നുള്ളൊരു അഡീഷണൽ കാര്യം എന്ത് ചെയ്യുന്നുണ്ട്? ഈ 91 ഭേദഗതിയുടെ ഭാഗമായിട്ട് പറയുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഇതാണ് ഈ ഒരു 2003 എന്ത് 91 ഭേദഗതി വരുന്നത്. ഇവിടെയാണ് ഈ ഒരു 15% കണക്ക് പറയുന്നത്. അടുത്ത ചോദ്യം നോക്കുക. ഒരു ഹൈക്കോടതി ജഡ്ജി പദവിയിൽ നിന്ന് രാജിവെച്ച് ഒഴിയുകയാണെങ്കിൽ രാജി സമർപ്പിക്കേണ്ടത് ആർക്കാണെന്നാണ്? അത് രാഷ്ട്രപതിക്കാണ് കേട്ടോ. അപ്പൊ ഹൈക്കോടതി ജഡ്ജി രാജിവെച്ച് ഒഴിയുകയാണെങ്കിൽ രാജി സമർപ്പിക്കേണ്ട ആർക്കാണ്? അത് രാഷ്ട്രപതിക്കാണ്. നമുക്ക് നോക്കാം. ഇദ്ദേഹത്തിന് എത്ര വയസ്സ് വരെയാണ് ഇത് കാലാവധി എന്ന് പറയുന്നത്? 62 വയസ്സ് വരെയാണ് കാലാവധി. അതുപോലെ ആർക്കാണ് കൊടുക്കേണ്ടത് റെസിഗ്നേഷൻ ലെറ്റർ? പ്രസിഡന്റിനാണ് കൊടുക്കേണ്ടത്. ഓക്കെ, അതുപോലെ തന്നെ ഇദ്ദേഹത്തിന് റിമൂവ് ചെയ്യാൻ പറ്റുന്നതും ആർക്ക് തന്നെയാണ്? പ്രസിഡന്റിന് തന്നെയാണ്. പക്ഷെ പാർലമെന്റിന്റെ റെക്കമെൻഡേഷനിലൂടെയാണ് എന്ത് ചെയ്യുന്നത്? നമ്മുടെ ഹൈക്കോടതി ജഡ്ജിയെ റിമൂവ് ചെയ്യുന്നത്. പക്ഷെ റിമൂവ് ചെയ്യുന്നത് ആരാന്ന് വെച്ച് കഴിഞ്ഞാൽ ആരാണ്? അത് പ്രസിഡന്റ് ആണ്. ഓക്കെ, അപ്പോൾ ഇത്രയും ചോദ്യങ്ങളാണ് നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ എന്തെങ്കിലും ഡൗട്ടും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ടെലഗ്രാമിൽ ചോദിക്കാം. അപ്പോൾ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ പറയാം. ഇത്രയൊക്കെ ഉള്ളൂ. ഇനി നമുക്ക് എന്ത് ചെയ്യാം? ബാക്കി ക്വസ്റ്റ്യൻസ് ഒക്കെ, ഇനിയുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ നമുക്ക് അടുത്ത വീഡിയോകളിലായിട്ട് പറയാം. താങ്ക്